നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കടന്നു വന്നാട്ടെ 2 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സ്തോത്രം. 2 വചനത്തിലേക്ക്. ഒന്ന് പുറപ്പാട് പുസ്തകം, ഒന്നാമത്തേത് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യവും പുതിയ നിയമത്തിൽ നിന്ന് മത്തായി സുവിശേഷം 14-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ഒന്നാമതായി പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യവും പുതിയ നിയമത്തിൽ നിന്ന് മത്തായി സുവിശേഷം 14-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങളും. പുറപ്പാട് 2:10 നമുക്ക് ഒരുമിച്ച് ശബ്ദമുയർത്തി വായിക്കാം. പൈതൽ വളർന്ന ശേഷം അവൾ അവനെ ഫറവോന്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി അവൻ അവൾക്ക് മകനായി. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവൾ അവന് മോശ എന്ന് പേരിട്ടു. അവൻ അവൾക്ക് മകനായി. അവൻ ആകുന്ന മോശ ഫറവോന്റെ പുത്രിക്ക് മകനായി, ക്രൗൺ പ്രിൻസായി. അവൻ അവൾക്ക് മകനായി. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവന് മോശെ എന്ന് പേരിട്ടു. ഞാൻ അവനെ എവിടെ നിന്ന് വലിച്ചെടുത്തു? വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു. സ്വന്തം വാഹനങ്ങളിൽ വന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. സ്വന്തം വാഹനങ്ങളിൽ വന്നവർ, ഓട്ടോയിൽ വന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ബസ്സിൽ വന്ന ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. വിവിധ മുഖാന്തരങ്ങളിൽ നിന്നാണ്, വിവിധ വാഹനങ്ങളാണ് നമ്മൾ വന്നത്. പക്ഷേ ഇവിടെ ഒരുവൻ പറയുന്നു, ഞാൻ ഓട്ടോയിലല്ല വന്നത്, ബസ്സിലല്ല വന്നത്, സ്വന്തം വണ്ടിയിൽ നിന്നല്ല വന്നത്, ഞാൻ വെള്ളത്തിൽ നിന്നാണ് വന്നത്. ഞാൻ വെള്ളത്തിൽ നിന്നാണ് വന്നത്. യെസ് യെസ്. ഇന്ന് പകൽ വലിയൊരു സമൃദ്ധമായ കാര്യം ഓ ലോർഡ് ദൈവം നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ ഫിസിക്കലി ഈ മീറ്റിങ്ങിന് വന്നത് ഒരു വാഹനത്തിലാണ്. പക്ഷേ ജീവിതത്തിൽ നിങ്ങൾ ഏതിൽ നിന്ന് വന്നു? ജീവിതത്തിൽ നിങ്ങൾ ഏതിൽ നിന്ന് വന്നു? പറ. ജീവിതത്തിൽ നിങ്ങൾ ഏത് അനുഭവങ്ങളിൽ നിന്നാണ് വന്നത്? കടന്നു വന്നോട്ടെ. യോഹന്നാൻ സ്തോത്രം. പുറപ്പാട് പുസ്തകം പല ദൂതുകളുടെ ഹൃദയത്തിൽ സ്തോത്രം. പുറപ്പാട് പുസ്തകം 2:10 നിന്ന് നമുക്ക് മത്തായി സുവിശേഷം 14-ാം അധ്യായം, മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. മത്തായി 14, 25 മുതൽ 29 വരെ. എല്ലാവരും ശബ്ദമുയർത്തി വായിച്ചേ. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. വരിക എന്നവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. 27-ാം വാക്യം. ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. സ്തോത്രം. ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട. ഒരിക്കൽ കൂടെ പുറപ്പാട് 2:10 വായിക്കുമ്പോൾ, ഞാനവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവൾ അവന് മോശെ എന്ന് പേരിട്ടു. ഇന്ന് പകൽ നാം കേൾക്കുന്നതായ ഈ ദൂതിൻ്റെ തലക്കെട്ടിതാണ് വാട്ടർ സ്പെഷ്യലിസ്റ്റ്. വാട്ടർ സ്പെഷ്യലിസ്റ്റ്, വാട്ടർ സ്പെഷ്യലിസ്റ്റ്, വെള്ളത്തിൻ്റെ സ്പെഷ്യലിസ്റ്റ്. ഏതോ ഡോക്ടേഴ്സ് എന്നെ തുറിച്ച് നോക്കി. നമുക്ക് പല സ്പെഷ്യലിസ്റ്റുമാർ ക്രൈസ്റ്റിൻ്റെ ഫാമിലിയിലുണ്ട്. സ്തോത്രം. അതെ, നമുക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, നമുക്ക് ബോൺ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, അതുപോലെ ജനറൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. എല്ലാ സഹോദരങ്ങൾക്കായി സ്തോത്രം. ഹോസ്പിറ്റൽ കയറി ചെല്ലുമ്പോൾ പലതരത്തിലുള്ള സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. എന്നാൽ ഇന്ന് പകൽ സകലത്തിൻ്റെയും കാരണഭൂതനും സൃഷ്ടികർത്താവുമായ ദൈവത്തിൻ്റെ കൃപയാൽ, ഹല്ലേലൂയ, വാട്ടർ സ്പെഷ്യലിസ്റ്റ്. ഓ വാട്ടർ സ്പെഷ്യലിസ്റ്റ്. നിങ്ങൾ സാധാരണക്കാർ അല്ല.
നിങ്ങൾ സാധാരണ വ്യക്തികളെങ്കിലും നിങ്ങളെ അസാധാരണക്കാരായി തീർക്കുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. ആരും മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ സാധാരണക്കാരെങ്കിലും നിങ്ങളുടെ അസാധാരണമായ ദൈവപ്രവൃത്തി പുറത്തെടുത്ത്, അസാധാരണമായ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളിലൂടെ പുറത്തെടുത്ത് നിങ്ങളെ അസാധാരണമായി ഉപയോഗിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ് നിങ്ങൾക്കായി ജീവിക്കുന്നു. വേദപുസ്തകത്തിൽ വളരെ ശക്തമായ പവർഫുള്ളായ പല പ്രവാചകന്മാരുണ്ട്, അപ്പോസ്തലന്മാരുണ്ട്, ന്യായാധിപന്മാരുണ്ട്, ദൈവദാസിമാരുണ്ട്, ദൈവദാസന്മാരുണ്ട്. വളരെ ശക്തമായി ദൈവകരങ്ങളിൽ പ്രയോജനപ്പെട്ട എല്ലാവർക്കും പറവാനുള്ള ഒരേ ഒരു സാക്ഷ്യം ഇതാണ്: വളരെ പ്രശ്നങ്ങളിൽ നിന്നാണ് അവർ കടന്നു വന്നത്. പല പ്രശ്നങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാവരും വളരെ ശക്തന്മാരായി പിന്നത്തേതിൽ തീർന്നു. വ്യക്തിയായി, കുടുംബമായി, സഭയായി വലിയ പ്രശ്നങ്ങളിൽ നിന്ന് കടന്നു വന്ന പലരും വളരെ ശക്തന്മാർ ആയി തീർന്നു. അപ്പോസ്തലപ്രവൃത്തി 8:1 ഉദാഹരണമായി വായിച്ചാൽ, സഭയ്ക്ക് അക്കാലത്ത് ശക്തമായ പീഡ ഉണ്ടായി. ആ ശക്തമായ പീഡ ഉണ്ടായത് നിമിത്തം അപ്പോസ്തലന്മാർ നിമിത്തം സകലരും ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് ചിതറിപ്പോയി. വലിയ പീഡയിൽ നിന്നാണ് അവർ ആരംഭിച്ചത്, വലിയ പ്രശ്നത്തിൽ നിന്നാണ് അവർ ആരംഭിച്ചത്. പക്ഷെ വലിയ പ്രശ്നത്തിൽ നിന്നാണ് ആരംഭിച്ചതെങ്കിലും അന്ന് ചിതറിപ്പോയ സഭ പരാജയപ്പെട്ടില്ല. വലിയ പ്രശ്നത്തിൽ നിന്നാണ് അവർ ചിതറിപ്പോയതെങ്കിലും അവർ ചെന്ന് കയറിയ എല്ലാ ദേശങ്ങളിലും, അവർ കാൽ വച്ച എല്ലാ ദേശങ്ങളിലും വലിയ ദൈവശക്തി ദൈവം അവരിലൂടെ പുറത്തെടുത്തു. എങ്കിൽ നിങ്ങളുടെ പിൻപിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും നിങ്ങളുടെ മുൻപിൽ വലിയ ശക്തിയും വലിയ പ്രവൃത്തിയും ദൈവം വെളിപ്പെടുത്തും നിശ്ചയമായി. റോക്കറ്റ് വളരെ ശക്തമായിട്ടാണ് ഉയരുന്നത്. ഹെലികോപ്റ്റർ അങ്ങനെയല്ല. ഹെലികോപ്റ്ററിൽ സാവകാശമായി അതേ ചുറ്റുമൊക്കെ നോക്കി വളരെ എല്ലാവരെയൊക്കെ പ്രീതിപ്പെടുത്തി എന്നതുപോലെ സാവകാശമായിട്ടാണ് ഹെലികോപ്റ്റർ ഉയരുന്നത്. പ്ലെയിൻ കുറച്ചുകൂടെ വേഗത്തിൽ ഉയരും, ഹെലികോപ്റ്റർ സാവധാനത്തിൽ ഉയരും, പ്ലെയിൻ കുറച്ചുകൂടെ വേഗത്തിൽ ഉയരും. പക്ഷേ റോക്കറ്റ് അങ്ങനെയല്ല. ചുവട്ടിൽ തീയുള്ളവൻ പറയും, ചുവട്ടിൽ തീയുള്ളവൻ പറയും, ഞാൻ അവനെ പോലെയല്ല, എനിക്ക് കുറച്ചുകൂടെ ഉയരത്തിൽ എത്തുവാനുണ്ട്. ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചുവട്ടിൽ തീ പിടിച്ചിരിക്കുന്നു എങ്കിൽ വേറെ ആർക്കും ഇല്ലാത്തതായ ഒരു ആൾട്ടിറ്റ്യൂഡിൽ ദൈവം നിങ്ങളെ നടത്തുവാൻ പോകുകയാണ്. അതായിരിക്കണം നീ വിശ്വസിക്കേണ്ടത്, അതാണ് നീ പ്രതീക്ഷിക്കേണ്ടത്. നീ ഒരു ഓർഡിനറി ലെവൽ നോ ചിന്തിക്കല്ല മക്കളെ. സ്തോത്രം. നീ ചിന്തിക്കേണ്ടത് നിന്റെ ആൾട്ടിറ്റ്യൂഡ് വലിയ ഉന്നതമാണ്, നിന്റെ വേഗത വളരെ ഉന്നതമാണ്, നിന്റെ തീവ്രത വളരെ ഉന്നതമാണ്. കാരണം സ്കൈ ഈസ് മൈ ലിമിറ്റ്. സ്തോത്രം. കർത്താവ് പരിധിയില്ലാത്തവനായിരിക്കുന്നത് കൊണ്ട് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത വലിയ ഉന്നതമായ ദൈവപ്രവൃത്തിയായിരിക്കണം നീ പ്രതീക്ഷിക്കേണ്ടത്. കമാൻ, ഹല്ലേലൂയ. നിങ്ങൾ 10ാം ക്ലാസ് തോറ്റവരായിരിക്കാം, മലയാള മീഡിയത്തിൽ പഠിച്ചവരായിരിക്കാം, ഇടുക്കമുള്ള ജീവിതത്തിൻ്റെ വഴിയിലൂടെ വന്നവരായിരിക്കാം, ശാപം കൊണ്ട് നിറയപ്പെട്ട വീടുകളിൽ അതേ നിങ്ങൾ ജനിച്ച് വളർത്തപ്പെട്ടവരായിരിക്കാം, ഒത്തിരി മുള്ളുകളും പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ ഹല്ലേലൂയ, നിന്റെ കൈക്ക് പിടിച്ചിരിക്കുന്ന വലിയൊരു കർത്താവുണ്ട്. അവൻ ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നിനക്ക് വേണ്ടിയല്ല, തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി വലിയ വലിയ കാര്യം ദൈവത്തിന് നിന്നിലൂടെ ചെയ്യുവാനുണ്ട്. അങ്ങനെ സഭാചരിത്രം നോക്കിയാൽ, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നോക്കിയാൽ, ശക്തിയോടെ നിന്നതായ ആ പ്രവാചകന്മാർ, ന്യായാധിപന്മാർ, സ്തോത്രം, രാജാക്കന്മാർ, അപ്പോസ്തലന്മാർ, അവരെല്ലാവരും വലിയ പ്രശ്നങ്ങളിലൂടെ വന്നവർ ആണ്. സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചു കേട്ടത്: ഞങ്ങൾ തീയിലൂടെ, അതുപോലെ ഞങ്ങൾ വെള്ളത്തിലൂടെ കടന്നു വന്നു എന്ന്.
ചിലർ തീയിലൂടെ വന്നു, ചിലർ വെള്ളത്തിലൂടെ വന്നു. ഇരട്ടിയായി അനുഗ്രഹിക്കപ്പെട്ടതായി യോബ് പറവാൻ കഴിയും. 23:10 അതെ, സ്തോത്രം. അവൻ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. പൊന്നു ശോധന ചെയ്യുന്നത് വെള്ളത്തിലല്ല, തീയിലാണ്. തീയിലൂടെയാണ് സ്തോത്രം യോബ് ശോധന ചെയ്യപ്പെട്ടത്. അപ്പൊ തീയും വെള്ളവും സ്തോത്രം ദൈവമക്കളുടെ ജീവിതത്തിൽ ഇല്ല എന്നല്ല കർത്താവിന്റെ സുവിശേഷം പറയുന്നത്. തേജസ്സിന്റെ സുവിശേഷം പറയുന്നു, നിനക്ക് ചിലപ്പോൾ നീ തീയിലൂടെ പോകേണ്ടി വരും, ചിലപ്പോൾ നീ വെള്ളത്തിലൂടെ പോകേണ്ടി വരും. യെശയ്യാ 43:2. നിങ്ങൾ സ്തോത്രം പറയുന്നില്ല, ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ. ചിലപ്പോൾ നിങ്ങൾ തീയിലൂടെ പോകേണ്ടി വരും, ചിലപ്പോൾ നിങ്ങൾ വെള്ളത്തിലൂടെ പോകേണ്ടി വരും. പക്ഷേ നിങ്ങൾ തീയിലൂടെ പോയാലും വെള്ളത്തിലൂടെ പോയാലും ധൈര്യമായിരിക്കെ. കൂടെ ഇരിക്കുന്നത് പ്രവാചകനോ പാസ്റ്ററോ ദൂതനോ ഗബ്രിയേലോ മിഖായേലോ ഒന്നുമല്ല, കർത്താവ് തന്നെ. ആ ശോധനയുടെ തീയിൽ അവൻ ഇറങ്ങി വരും. ഹല്ലേലൂയ. കർത്താവ് തന്നെ ഇറങ്ങി വരാ. ദാനിയേലിന്റെ പുസ്തകത്തിൽ ഒരു കമ്പാരിസൺ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകട്ടെ. ദാനിയേൽ 6:10 വായിക്കുമ്പോൾ, ദാനിയേൽ എന്ന ഗവർണർ അവനിതാ സിംഹത്തിന്റെ ഗുഹയിൽ വീഴ്ത്തപ്പെട്ടു. സിംഹത്തിന്റെ ഗുഹ എന്ന് പറയുന്ന ആ വലിയ കിണറിന് സമാനമായ കുഴിയിൽ കർത്താവ് ഒരു ദൂതനെ ഇറക്കിയിട്ടുണ്ട്. ആ ദൂതൻ ഇറങ്ങി അവിടെ കാത്തു നിൽക്കുകയാണ്. ആ ദൈവത്തിന്റെ ദാസനാകുന്ന ദാനിയേൽ ഇപ്പോൾ വരും എന്ന് പറയുന്ന പോലെ എന്ന് അതേ ചിന്തിച്ച് ദൈവദൂതൻ അവിടെ കാത്തിരിക്കുമ്പോൾ ദാനിയേൽ വീഴ്ത്തപ്പെട്ടു. സൈഡിലൊന്നും ഇടിച്ച് കേട് പറ്റാതെ നമ്മുടെ ആ പ്രഗത്ഭനായ ക്രിക്കറ്റ് ബൗളർ ആ ബോൾ പിടിക്കുന്നത് പോലെ ആ ദൂതൻ ആ ഡാനിയലിനെ പിടിച്ച് തലേണിയായി സിംഹത്തിൻ്റെ വയറ്റിൽ കിടത്തി ഡാനിയലിന് നല്ല ഉറക്കം കൊടുത്ത് ഒരു 7 സ്റ്റാർ അക്കോമഡേഷനിൽ ഒരു കേടുപാടും പറ്റാതെ വണ്ണം ദൂതൻ അവനെ പരിപാലിച്ചു. എന്നാൽ 7 മടങ്ങ് തീച്ചൂള വർദ്ധിച്ചിരുന്നതായ ഒരു തീച്ചൂളയുടെ മധ്യത്തിൽ നെബൂഖദ്നേസർ അവൻ്റെ രാജ്യവും മുഴുവൻ കാത്തിരിക്കുമ്പോൾ 7 മടങ്ങ് തീ ചൂള വർദ്ധിച്ചിരിക്കുന്ന 7 മടങ്ങ് ചൂട് വർദ്ധിച്ചിരിക്കുന്ന ആ തീച്ചൂളയിൽ ആരെങ്കിലും കൊണ്ടുചെന്ന് ഇടാൻ പോകുന്നവരെ പോലും ആ തീ എരിച്ചു കളയുമ്പോൾ ദാനിയേലിന്റെ പ്രശ്നത്തെക്കാൾ ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും പ്രശ്നം വലിയ ചൂടായത് കൊണ്ട് ദൈവം നേരത്തെ ഇറക്കിയ ദൂതനെ അല്ല അവിടെ ഇറക്കിയത്. തിരുവചനം പറയുന്നു ദൈവത്തിന്റെ പുത്രൻ തന്നെ അവിടെ ഇതാ ഇറങ്ങി നിൽക്കുകയാണ്. കാരണം ഇവിടെ സാധാ പരിപാടിയല്ല. ദാറ്റ് കേസ് ഈസ് അർജന്റ്. ഇന്ന് പകൽ ഏതോ കുടുംബം പറയുമായിരിക്കും, എനിക്കൊരാവശ്യമല്ല ഉള്ളത്, എനിക്കൊരു അത്യാവശ്യമാണ് ഉള്ളത്. മൈ കേസ് ഈസ് അർജന്റ്, മൈ കേസ് ഈസ് അർജന്റ്. 7 മടങ്ങ് പ്രശ്നം വർദ്ധിച്ചിരിക്കുന്നു, കണ്ണുനീർ വർദ്ധിച്ചിരിക്കുന്നു. മൈ കേസ് ഈസ് അർജന്റ് എന്ന് പറയുന്നെങ്കിൽ ലോകത്തിന്റെ ഏറ്റവും നല്ല പ്രവാചകനോ പാസ്റ്ററോ പ്രകാശത്തെക്കാൾ വേഗത്തിൽ ഓടുന്നതായ ദൈവത്തിന്റെ ദൂതനോ അല്ല നിനക്കായി ഇറങ്ങി വരുന്നത്. ദൈവദാസനല്ല നിന്റെ വീട്ടിൽ ഇറങ്ങി നിൽക്കുന്നത്, ദൈവദൂതനല്ല ഇറങ്ങി നിൽക്കുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിലൂടെ കടക്കുമ്പോൾ നിന്റെ മീതെ കവികയില്ല, അഗ്നി ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല എന്നരുളി ചെയ്ത ദ ഗ്രേറ്റ് ഇമ്മാനുവേൽ, വലിയവനായ ഇമ്മാനുവേൽ യഹോവ ശമ നിന്നോട് കൂടെയുണ്ട്. രോഗികളായിരിക്കുന്നവരെ ദൈവം നിന്നോട് കൂടെയുണ്ട്. പ്രശ്നത്തിൽ കിടന്ന് പമ്പരം പോലെ കറങ്ങുന്നവരെ യേശു നിന്റെ അടുക്കൽ ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ. ജീവിതത്തിൽ കീറ മുട്ടി പോലെയുള്ള വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. വന്ന് കണ്ടേച്ചു പോകാനല്ല അവൻ വന്നത്, നിന്നെ വിടുവിപ്പാനാണ്, നിന്നെ വിടുവിപ്പാനാണ്. 2 കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ടെ, ഓ എനിക്കൊരു അർജന്റ് കേസുണ്ട്. പെട്ടെന്ന് പറഞ്ഞേ, എനിക്കൊരു അർജന്റ് കേസുണ്ട്. നിനക്കൊരു അർജന്റായ ഒരു വിഷയമുണ്ടെങ്കിൽ, നിന്റെ കുഞ്ഞിനൊരു അർജന്റായ വിഷയമുണ്ടെങ്കിൽ, ആർക്കോ ഇന്ന് ഈ ജൂൺ 12 അർജന്റായ ഏതോ വിഷയമുണ്ട്, ഒരു എമർജൻസി സിറ്റുവേഷൻ ആരോ കടന്നു പോകുന്നു. പ്രവചനാത്മാവിൽ ഞാൻ കാണുന്നു ആരൊക്കെയോ എമർജൻസി സിറ്റുവേഷനിലായിരിക്കുന്നു. ആ എമർജൻസി സിറ്റുവേഷനിൽ ദൂതനല്ല, ഇത് കർത്താവ് തന്നെ നേരിട്ട് ഇറങ്ങുകയാണ്. ഒരത്ഭുതം നീ വായിച്ചിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. കേൾക്കാനുള്ള നേരമില്ല, വായിക്കാനുള്ള നേരമില്ല, ഇത് അനുഭവിപ്പാനുള്ള നേരമത്രേ. ഞാൻ വീണ്ടും പറയട്ടെ, ഇത് അനുഭവിപ്പാനുള്ള നേരമത്രേ. സൗഖ്യമായി, വിടുതലായി,
തുറക്കുന്ന വാതിലുകളായി, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകളായി, കുഞ്ഞുങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്നതായി, പുതിയ വാതിലുകൾ തുറക്കുന്നതായി, പുതിയ ചരിത്രം നിന്റെ ജീവിതത്തിൽ വീട്ടിൽ വെളിപ്പെടുന്നതായി മറ്റാരുമല്ല, ഒന്നുമല്ല, യേശു കർത്താവ് തന്നെ ഇറങ്ങി വരുന്നു. ഓ ഹല്ലേലൂയ! എമർജൻസിയായി ചിലർ തീയിലൂടെ കടന്നു വന്നു ദൈവമക്കളെ, വേറെ ചിലർ സ്തോത്രം വെള്ളത്തിൽ കൂടെ കടന്നു വന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ പ്രത്യേക സ്തോത്രം വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ പുറപ്പാട് 2:10, അതുപോലെ മത്തായി 14:25 മുതൽ 29 വരെ വായിച്ചപ്പോൾ അവിടെ തീയുടെ സാന്നിധ്യമല്ല നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്. അവിടെ ഒരു വെള്ളത്തിൻ്റെ സാന്നിധ്യമാണുള്ളത്. റെസ്ക്യൂം ഫ്രം വാട്ടർ. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ തലക്കെട്ട് ഇങ്ങനെ വിളിച്ചത്, ദ വാട്ടർ സ്പെഷ്യലിസ്റ്റ്, വെള്ളത്തിന്റെ സ്പെഷ്യലിസ്റ്റ്. ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, എന്താണ് വെള്ളത്തിന്റെ സ്പെഷ്യലിസ്റ്റ്? സ്തോത്രം. അതെ, വാട്ടർ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടി വരുന്നതായ സ്തോത്രം പേരാണ് മോശെ എന്ന നാമം. സ്തോത്രം. വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തതായ മോശെ സാധാ ഒരു പ്രവാചകനല്ല മോശെ. മോശെ എന്ന് എഴുതിയിട്ട് പല തലക്കെട്ടുകൾ അല്ലെങ്കിൽ പല സ്പെഷ്യാലിറ്റികൾ, പല പ്രത്യേകതകൾ മോശയെക്കുറിച്ച് നിങ്ങൾക്ക് പറവാൻ തക്കണം കഴിയും. സ്തോത്രം. അതെ, മോശയെക്കുറിച്ച് വായിക്കുമ്പോൾ മോശയെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യത്തെ 5 പുസ്തകം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ആ 5 പുസ്തകമാകുന്നതായ തോറ എഴുതിയത് സ്തോത്രം മോശയാണ്. മോശയിലൂടെയാണ് ദൈവം ആ വചനം എഴുതിയത്. പുറപ്പാടിന്റെ കാലഘട്ടത്തിലാണ് താൻ ജീവിച്ചിരുന്നതെങ്കിലും അതേ തന്റെ കാലത്തിന്റെ പാസ്റ്റിലേക്കും താൻ ആത്മാവിൽ സഞ്ചരിച്ചു, തന്റെ ആത്മാവിന്റെ ഫ്യൂച്ചറിലേക്കും അവൻ സഞ്ചരിച്ചു. ഓ come on, hallelujah, hallelujah. എൻ്റെ കർത്താവിന് പാസ്റ്റുമില്ല, ഫ്യൂച്ചറുമില്ല. അതുകൊണ്ട് ആത്മാവിൽ എൻ്റെ കർത്താവിൻ്റെ തലത്തേക്ക് ആരെങ്കിലും കയറിയിരിക്കുന്നെങ്കിൽ അവന് പാസ്റ്റും അറിവാൻ കഴിയും, അവന് ഫ്യൂച്ചറും അറിവാൻ തക്കണം കഴിയും. ദൈവം കാണുന്നത് പോലെ വിഷയങ്ങളെയും വ്യക്തികളെയും കാണുവാൻ ഹൃദയ കണ്ണ് തുറക്കപ്പെടുമാറാകട്ടെ. ആദ്യത്തെ 5 പുസ്തകം എഴുതിയത് മോശയാണ്. 90-ാം സങ്കീർത്തനം, 91-ാം സങ്കീർത്തനം ആദ്യമായി പാടിയതും അത് എഴുതിയതും മോശയാണ്. മാത്രമല്ല അവന്റെ സഭയിൽ അംഗസംഖ്യ 30 ലക്ഷം ആൾക്കാരായിരുന്നു. 3 million people. 30 ലക്ഷം ജനം സ്തോത്രം മോശയുടെ സഭയിലുണ്ടായിരുന്നു. സോ സീ ഹീസ് എ ഗ്രേറ്റ് പാസ്റ്റർ. സ്തോത്രം. അതേ, പഴയ നിയമത്തിലെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്റർ ആയിരുന്നു സ്തോത്രം അതേ മോശ. വീണ്ടും നിങ്ങൾക്ക് കാണുവാൻ തൊക്കെ കഴിയും, സകല സ്തോത്രം ജ്ഞാനത്താലും അഭ്യസിപ്പിക്കപ്പെട്ടവനായിരുന്നു മോശെ. ഹി വാസ് ആൻ അമേസിംഗ് അഡ്മിനിസ്ട്രേറ്റർ. അദ്ദേഹം ഭയങ്കര പരിപാലനത്തിന്റെ അഗ്രഗണ്യനായിരുന്നു. ഇന്ന് നിങ്ങൾ പാശ്ചാത്യ ദേശത്തേക്ക് കടന്നു പോകുമ്പോൾ മോശയുടെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് സെക്കുലർ വേൾഡ് പഠിക്കുന്നു. സെക്കുലർ വേൾഡ് ഈ പുസ്തകത്തിൽ കയറിയിട്ടില്ല. ഈ പുസ്തകത്തിന്റെ നന്മ സെക്കുലർ വേൾഡിനെ ഇന്നും സ്വാധീനിക്കുകയാണ്. അതുകൊണ്ട് ലോകത്തിലുള്ളതല്ല നിന്റെ അകത്ത് കയറേണ്ടത്. ദൈവത്തിന്റെ വചനത്തിന്റെ നന്മയും അനുഗ്രഹവും ഹല്ലേലൂയ വിടുതലും നിന്നെ ഭരിക്കുമാറാകട്ടെ. സോ മോശയുടെ അഡ്മിനിസ്ട്രേഷൻ സെക്കുലർ വേൾഡുകാർ പോലും അതേ പഠിക്കുന്നു. സ്തോത്രം. മാത്രമല്ല വേദപുസ്തകം പറയുന്നു, അവൻ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ സാധാ പ്രവാചകനല്ല. മറ്റ് പ്രവാചകനോട് സംസാരിച്ചതുപോലെയല്ല ദൈവം മോശയോട് സംസാരിച്ചത്. മറ്റുള്ളവരോട് സ്വപ്നത്തിൽ സംസാരിച്ചു, ദർശനത്തിൽ സംസാരിച്ചു. എന്നാൽ സംഖ്യ 12 പറയുന്നു, ഇവനോട് നേരിട്ട് അഭിമുഖമായി സ്പഷ്ടമായി ഡയറക്റ്റായി ദൈവം സംസാരിച്ചു. പുറപ്പാട് 33:11 പറയുന്നു, ഫേസ് ടു ഫേസ് ആൻഡ് മൗത്ത് ടു മൗത്ത്. ഒരു സ്നേഹിതൻ തന്റെ സ്നേഹിതനോട് മുഖാമുഖമായി സംസാരിച്ചതുപോലെ അത്രേ ദൈവം സംസാരിച്ചത്. ഓ, ദൈവം എന്നോട് സംസാരിക്കണമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ 2 കരങ്ങളെ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാടെ. അങ്ങനെ സംസാരിച്ചപ്പോൾ ത്രൂ ദ നേക്കഡ് ഐ, തന്റെ പുറമേയുള്ള കണ്ണുകൊണ്ട് മോശ ദൈവത്തെ കാണുകയുണ്ടായി. ആ പാറയിൽ അവൻ കയറി നിന്നപ്പോൾ കർത്താവിന്റെ അറ്റ്ലീസ്റ്റ് പിൻവശമെങ്കിലും അവന് കാണുവാൻ കഴിഞ്ഞു. ഗൂഗിളിലല്ല അവൻ കർത്താവിനെ കണ്ടത്, പിളർന്ന പാറയിൽ. ഓ കം ഓൺ, ഹല്ലേലൂയ. സ്തോത്രം. സെമിനാരിയിലല്ല അവൻ കർത്താവിനെ കണ്ടത്, പിളർന്ന പാറയിൽ നിൽക്കുമ്പോഴാണ് കർത്താവിനെ കാണുന്നത്. പിളർന്ന പാറയാകുന്ന ക്രിസ്തുവിൽ വസിക്കുന്ന ആരാണോ അവർ നിശ്ചയമായി ദൈവത്തിന്റെ മഹത്വം കാണും. ക്രിസ്ത്യാനിയെ, നീ സൺഡേ ക്രിസ്ത്യാനി ആകാനല്ല ദൈവം വിളിച്ചത്. പിളർന്ന പാറയാകുന്ന ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ വസിച്ചാട്ടെ.
കർത്താവിൻ്റെ ഹൃദയത്തിൽ വസിച്ചാട്ടെ, കർത്താവിൻ്റെ ഹൃദയത്തിൽ വസിച്ചാട്ടെ. കർത്താവിൻ്റെ കൈയുടെ കരുത്തല്ല നിനക്ക് വേണ്ടിയത്, കർത്താവിൻ്റെ അധരത്തിലൂടെ വരുന്ന ഗംഭീരമായ ബൈബിൾ സ്റ്റഡിയും പ്രസംഗവുമല്ല നിനക്ക് വേണ്ടിയത്. കർത്താവിൻ്റെ കൈയല്ല നിന്റെ സ്ഥാനം, കർത്താവിൻ്റെ നാവല്ല നിന്റെ സ്ഥാനം, കർത്താവിൻ്റെ ഹൃദയമാണ് നിന്റെ സ്ഥാനം. മണവാട്ടി സഭ ഇരിക്കേണ്ടത് കർത്താവിൻ്റെ കൈയെ നോക്കി താ 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 എന്ന് പറയുന്നതല്ല ദൈവസഭയുടെ സ്ഥാനം. കർത്താവിൻ്റെ അധരത്തിൽ നിന്ന് 7 പോയിന്റ് 5 പോയിന്റ് 12 നോ, അതല്ല നിന്റെ സ്ഥാനം. കർത്താവിൻ്റെ ഹൃദയത്തിൽ ഇരിക്കട്ടെ. ദൈവത്തിന്റെ സന്നിധിയിൽ സ്തോത്രം. അതെ, മറ്റ് പ്രവാചകന്മാരെക്കാൾ അവൻ വ്യത്യസ്തനായിരുന്നു. ദൈവ സാന്നിധ്യത്തെ കർത്താവിനെ അവൻ സ്തോത്രം അതെ കാണിക്കുകയുണ്ടായി. അങ്ങനെ മഹത്വത്തിന്റെ മകുടോ ഉദാഹരണത്തിൽ നിന്നവൻ പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരം ടാബർനാക്കിനെ സമാഗമന കൂടാരത്തെ പണിതു. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യോസെഫ് അവരാരും പണിയാത്തത് മോശ പണിയുകയുണ്ടായി. സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടി ഒരു കൂടാരം മോശ ഇതാ സമനിലത്ത് പണിയുകയുണ്ടായി. മാത്രമല്ല വേദപുസ്തകം പറയുന്നു, അവൻ മഹത്വത്തിൽ ജീവിച്ചത് കൊണ്ട് അവൻ പഴകിപ്പോയില്ല, അവന്റെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു പോയില്ല. ദൈവത്തെ കണ്ടവൻ കണ്ണട വെക്കേണ്ട ഗതികേട് വന്നായില്ല. ആരേലും ആമേൻ പറഞ്ഞു? ഓ കമോൺ, ഹല്ലേലൂയ. അവൻ ദൈവത്തെ കണ്ടത് കൊണ്ട്, അവൻ മഹത്വത്തിൽ ജീവിച്ചത് കൊണ്ട്, ഞാൻ ഇങ്ങനെ പറയട്ടെ, അവൻ മഹത്വത്തിൽ ജീവിച്ചത് കൊണ്ട് അവന്റെ കണ്ണിന്റെ കാഴ്ച സ്തോത്രം മങ്ങിപ്പോയില്ല. അടുത്തിരിക്കുന്നവരെ നോക്കി പറഞ്ഞാട്ടെ, സ്തോത്രം അതെ മഹത്വത്തിൽ വസിക്കാം. പറഞ്ഞേ, മഹത്വത്തിൽ വസിക്കാം, മഹത്വത്തിൽ വസിക്കാം. റെഫ്രിജറേറ്ററിലല്ല വസിക്കേണ്ടത്, മഹത്വത്തിൽ ഇരുന്നാട്ടെ, നീ ചീത്തയായി പോകത്തില്ല. ഫ്രീസറിലല്ല, പകരം മഹത്വത്തിൽ വസിച്ചാട്ടെ, നീ ഒരിക്കലും സ്തോത്രം ചീത്തയായി പോകത്തില്ല. അവൻ്റെ 120 വർഷമായപ്പോഴും മോശയുടെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞതേയില്ല. മാത്രമല്ല വേദപുസ്തകം പറയുന്നു, അവൻ കയറുകയാണ്. ജീവിതത്തിൻ്റെ അവസാന സമയത്തും ഇറങ്ങിയ ഒരു മോശയോ, റിട്ടയർമെൻ്റ് എടുത്ത ഒരു മോശയല്ല. നിങ്ങൾക്ക് കമാൻ, ഇറങ്ങുന്ന ഒരു മോശ, കുറയുന്ന ഒരു മോശയോ, റിട്ടയർമെന്റ് എടുത്ത ഒരു മോശയല്ല നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. ജീവിതത്തിന്റെ അവസാന സെക്കൻഡും അവന്റെ ഗ്രാഫ് മേലേക്കായിരുന്നു. അവന്റെ ഗ്രാഫ് മേലേക്കായിരുന്നു. അർത്ഥം, ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ തീരുമാനിച്ചാട്ടെ, എന്റെ ഗ്രാഫ് താഴോട്ട് പോകുവാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. ഇറങ്ങാൻ എളുപ്പമാകും, ഇറങ്ങാൻ എളുപ്പമാണ്, ഇറങ്ങുന്നവർ ഒത്തിരി പേരാണ്. പക്ഷെ എന്റെ മേലുള്ള മഹത്വം യോഗം ഇറങ്ങുന്നതല്ല, ഞാൻ കയറുന്നവനാണ്. എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ കൃപയാൽ ഞാൻ കീഴേക്ക് ഇറങ്ങുന്നവനല്ല, പകരം ഞാൻ മേലേക്ക് കയറുന്നവനാണ്. പിസ്ഗ എന്ന കൊടുമുടിയിൽ വെച്ച്, ആവർത്തനം 34 പിസ്ഗ എന്ന കൊടുമുടിയിൽ വെച്ച് മോശ സ്തോത്രം മരിച്ചു. മോശയെ ദൈവം അടക്കി. വേറെ ആരെയും ജീവനുള്ള ദൈവം സ്തോത്രം അടക്കിയില്ല, മോശയെ മാത്രമാണ് ദൈവം അടക്കിയത്. നിങ്ങൾ ചോദിക്കും, സുരേഷ് ബാബു, എന്തുകൊണ്ടാണ് മോശയെ അടക്കിയ വിവരം, മോശയെ അടക്കിയതായ സ്ഥലം അത് ജനത്തിന് ദൈവം കാണിച്ചു കൊടുക്കാത്തത്? കേൾക്ക്, ഒരു കാളക്കുട്ടി ഉണ്ടെങ്കിൽ അതിനെ തന്നെ ആരാധിക്കുന്ന, വിഗ്രഹാരാധനയുടെ ടെൻഡൻസിയിൽ നിൽക്കുന്നവരാണ് ആ ജനം. ഒരു കാളക്കുട്ടി ഉണ്ടെങ്കിൽ കാള കാള എന്ന് പറഞ്ഞ് അതിന് ചുറ്റും കിടന്ന് അതേ വിഗ്രഹാരാധന ചെയ്യുന്ന ജനത്തിന് 40 വർഷം അതിശയവും അത്ഭുതകരവുമായി അവരെ പരിപാലിച്ചു കൊണ്ടുവന്ന മോശയുടെ കല്ലറ കാണിച്ചു കൊടുത്താൽ ആ മോശയുടെ കല്ലറയ്ക്ക് അവർ ധൂപം കാട്ടും. ആ മോശയുടെ കല്ലറയിൽ അവർ വഴിപാട് കഴിക്കും. ആ മോശയുടെ കല്ലറയായിരിക്കും അവൻ്റെ അടുത്ത വിഗ്രഹം. അതുകൊണ്ട് ദൈവം പറഞ്ഞു, വേണ്ട വേണ്ട, മോശയുടെ കല്ലറ സ്തോത്രം ഞാൻ ഹൈഡ് ചെയ്യുകയാണ്, ഞാനതിനെ മറച്ചിടുകയാണ്. കാലം ഒത്തിരി പുരോഗമിച്ചല്ലോ, ശാസ്ത്രം ഒത്തിരി വളർന്നല്ലോ, ഒത്തിരി സ്തോത്രം ആധുനിക ഉപകരണങ്ങളും ഉപാധികളും ഒക്കെ ഉണ്ടല്ലോ. ദൈവം മറച്ചതിനെ കണ്ടുപിടിക്കാൻ ഇന്ന് വരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഞാനൊരു ദൂത് പറയാം, ദൈവം നിന്നെ മറച്ചാൽ പിന്നെ ആർക്കും നിന്നെ അതേ സ്തോത്രം പോക്കാൻ കഴിയത്തില്ല. ദൈവം നിന്നെ മറച്ചാൽ പിന്നെ ആർക്കും നിന്നെ പരസ്യകോലമാക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇരു കരങ്ങളെ ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, മറച്ചാട്ടെ കർത്താവേ, മഹത്വത്തിൽ മറച്ചാട്ടെ കർത്താവേ. ദുഷ്ടൻ ഞങ്ങളെ കാണരുത്. ഓ ഹല്ലേലൂയ. ശത്രു ഞങ്ങളെ കാണരുത്.
കുബുദ്ധികൾ ഞങ്ങളെ കാണരുത്. ദൈവത്തിന്റെ മഹത്വത്തിൽ ഞങ്ങളെ മറച്ചാട്ടെ. രോഗങ്ങളിൽ നിന്ന്, ബലഹീനതകളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ മറച്ചാട്ടെ. പഞ്ചഗ്രന്ഥം എഴുതിയവൻ, 30 ലക്ഷത്തിന്റെ അതേ പാസ്റ്റർ, ഏറ്റവും വലിയ അഡ്മിനിസ്ട്രേറ്റർ, സങ്കീർത്തനം രചിച്ചവൻ, ജീവിതത്തെ എന്നും മേലേക്ക് ഉയരുന്നവനായി കാത്തു സൂക്ഷിച്ചവൻ, സ്തോത്രം, കണ്ണിന്റെ ശോഭ കുറയാത്തവൻ. ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടുപോകുന്നു. സ്തോത്രം. അതേ ദൈവം അടക്കിയ ഒരേ ഒരു പുരുഷൻ തീർന്നില്ല. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതാ മറുരൂപ മലയുടെ മണ്ടയ്ക്ക്, സ്തോത്രം, ഏറ്റവും വലിയ മാസ്റ്റർ പ്ലാനിന്റെ ആലോചന നടക്കുകയാണ്. മറുരൂപ മലയുടെ മണ്ടയിൽ നടന്നതായ ആലോചന യോഗം. എങ്ങനെ, സ്തോത്രം, കാറ് കൂട്ടാം, നീ വീടിന്റെ വീതി കൂട്ടാം എന്നല്ല, മാനവജാതിയുടെ വീണ്ടെടുപ്പിന്റെ ഒരു ആലോചന യോഗം നടക്കുമ്പോൾ കർത്താവായ യേശുവിനോട് കൂടെ 2 ജനറൽമാർ ഇറങ്ങി നിന്നു. ഒന്ന് മോശയും മറ്റൊന്ന് ഏലിയാവും. ന്യായപ്രമാണത്തെ റെപ്രസെന്റ് ചെയ്ത് മോശ നിന്നു, പ്രവാചകന്മാരെ റെപ്രസെന്റ് ചെയ്ത് ഏലിയാവ് നിന്നു. ചില്ലറ പുള്ളിയല്ല അവൻ അതെ ഇറങ്ങി നിന്നത്. വചനം ജനം ധരിച്ചു നിന്നവന് ന്യായപ്രമാണമാകുന്ന വചനത്തെ റെപ്രസെന്റ് ചെയ്ത് ഇറങ്ങി നിന്നത് ദാനിയേലോ ശമൂവേലോ യോസെഫോ ഒന്നുമല്ല. മോശ പകരം വെപ്പാൻ കഴിയാത്ത കമാൻ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീസസ്. ദൈവം സ്വർഗത്തിന്റെ ഗാലറിയിൽ നോക്കി. ദൈവം സ്വർഗത്തിന്റെ ഗാലറിയിൽ നോക്കുമ്പോൾ, സ്വർഗത്തിന്റെ ഗാലറിയിൽ നോക്കുമ്പോൾ ദൈവത്തിന് മനസ്സിലായി, മോശയ്ക്ക് പകരമായി വേറെ ഒരുവൻ ഇല്ല. മോശയ്ക്ക് തുല്യൻ പഴയ നിയമത്തിൽ മോശ മാത്രമാണ്. എൻ്റെ പുത്രനോട് ദ മാസ്റ്റർ പ്ലാൻ ഓഫ് ഗോഡ് ഓൾമൈറ്റി, ദ റിഡംഷൻ പ്ലാൻ, റിഡംഷൻ പ്ലാൻ, വീണ്ടെടുപ്പിന്റെ പ്ലാൻ പറഞ്ഞു കൊടുക്കുവാൻ പരമയാഗം ആയിത്തീരേണ്ട യേശുവിനെ ആ യാഗത്തിന് വേണ്ടി പറഞ്ഞു ഒരുക്കുവാൻ സമാഗമന കൂടാരത്തിന് മുൻപിൽ ആയിരക്കണക്കിന് 10,000കണക്കിന് യാഗങ്ങൾക്ക് നേതൃത്വം നൽകിയ മോശയ്ക്ക് മാത്രമേ അത് പറഞ്ഞു ഒരുക്കുവാൻ തക്കവണ്ണം കഴിയാത്തുള്ളൂ. അമേസിംഗ് ലീഡർ, അമേസിംഗ് അമേസിംഗ് മാൻ. സ്തോത്രം. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. പഴയ നിയമത്തിന്റെ ഒരു എവറസ്റ്റ് ആയിരുന്നു മോശെ. ആൽപ്സും, സ്തോത്രം, അതെ ഹിരാക്കുഡും സഖ്യപർവ്വതം ഒക്കെ ആയി പല ആൾക്കാര് പഴയ നിയമത്തിലുണ്ടെങ്കിൽ, പക്ഷേ ഈ പുള്ളിക്ക് തുല്യമായി വേറെ ആരുമില്ല. തല ഉയർത്തി നിൽക്കുകയാണ്, തല ഉയർത്തി നിൽക്കുകയാണ്, ഏറ്റവും തല ഉയർത്തി മഹത്വത്തിൽ നിൽക്കുകയാണ്. ഏറ്റവും തല ഉയർത്തി നിൽക്കുന്ന ആരൊക്കെയോ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നുണ്ട്. പക്ഷേ ആ തല ഉയർത്തി നിൽക്കുന്നതായ ദൈവദാസന്മാർ, ദൈവദാസിമാർ, കുടുംബങ്ങൾ നിങ്ങളുടെ തല കുനിയുവാൻ പോകുന്നില്ല. സ്തോത്രം. ദൈവകൃപയാൽ ഏറ്റവും മഹത്വത്തോടെ മലയാളി സമൂഹത്തിൽ നിങ്ങൾ തല ഉയർത്തി നിൽക്കുമ്പോൾ, ഇന്ത്യൻ ചേർച്ചിനെ റെപ്രസെന്റ് ചെയ്ത ജനകോടികൾ നടുവിൽ നിങ്ങളും നിങ്ങളുടെ മക്കളും നിൽക്കുവാൻ വേണ്ടി പോകുമ്പോൾ, ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ആരെങ്കിലും ചോദിക്കാനിരിക്കുക, സർ എങ്ങനെയാ വിശ്വാസത്തിൽ വന്നത്? സർ എങ്ങനെയാണ് ഈ ലെവലിലേക്ക് എത്തിയത്? മാഡം എങ്ങനെയാ ഇത്ര പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്? മാഡം എങ്ങനെയാ ഇത് പ്രാപിച്ചത്? എങ്ങനെയാ നിങ്ങളും കുടുംബമായി ഈ ലെവലിൽ മഹനീയമായി മഹത്വകരമായി എത്തിച്ചേർന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് പറവാൻ ഒരു കോമൺ ടെസ്റ്റ് മണിയുണ്ട്. കണ്ണമുല്ല സെമിനാരിയിൽ നിന്നല്ല ഞങ്ങൾ വന്നത്, എലമെന്റ്സ് കോമ്പൗണ്ടിന്റെ സെമിത്തേരിയിൽ നിന്നുമല്ല ഞങ്ങൾ വന്നത്. പകരം ഞങ്ങൾ വന്നത് ജീവിതത്തിന്റെ വെള്ളത്തിൽ നിന്ന് ഞങ്ങൾ വലിച്ചെടുത്തു. ജീവിതത്തിൻ്റെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത്, ഹല്ലേലൂയ. സഹവിശ്വാസികൾക്ക് ആ വെള്ളത്തിൻ്റെ ആഴം അറിയത്തില്ല. കൂടെ ഇരുന്ന് കൈയടിക്കുന്നവർക്ക് ആ വെള്ളത്തിൻ്റെ ഓളം അറിയത്തില്ല. എൻ്റെ ബാല്യകാലം മുതൽ ഓർമ്മ വെച്ച നാൾ തുടങ്ങി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് സംസാരിക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് സംസാരിക്കട്ടെ. കമാൻ, സമ്മതമാണോ? ഞാൻ നിങ്ങളെ സാക്ഷ്യമാ പറയുന്നത്. അതങ്ങനെയാണെങ്കിൽ കരങ്ങളൊന്ന് ചലിപ്പിച്ചാട്ടെ. കമാൻ കമാൻ. ഹല്ലേലൂയ. ബാല്യകാലം മുതൽ ഓളങ്ങൾ, തിരമാലകൾ, കിനാവള്ളികൾ, ചുഴികൾ നിറയപ്പെട്ട, സ്തോത്രം, ട്രബിൾഡ് വാട്ടർ, ട്രബിൾഡ് വാട്ടർ, ട്രബിൾഡ് വാട്ടർ, ഭീകരമായ വെള്ളത്തിൽ നിന്നാണ്, സ്തോത്രം, ദൈവം എന്നെ വലിച്ചെടുത്തത്. ഞാൻ പോലും, നീന്തലറിയാത്ത ഞാൻ പോലും വിചാരിച്ചു തീർന്നു, അവസാനിച്ചു. എന്നാൽ എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആരും മിണ്ടുന്നില്ല. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എൻ്റെ മാതാപിതാക്കൾക്ക് പോലും എന്നെക്കുറിച്ച് ഒരു പ്ലാനും ഇല്ലായിരുന്നു. എന്നാൽ ദൈവത്തിന് എന്നെക്കുറിച്ച്
ഒരു പ്ലാൻ ഉണ്ടായിരുന്ന. ഇന്ന് പകൽ സ്തോത്രം ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരനെ കുറിച്ചും പ്രകൃതിയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച സൃഷ്ടികർത്താവാകുന്ന ആ ശില്പിക്കും നിങ്ങളെക്കുറിച്ച് ഒരു പ്ലാൻ ഉണ്ട്. സിസ്റ്റേഴ്സ്, ആൻറ്റി, നിങ്ങളെക്കുറിച്ച് ഒരു പ്ലാൻ ഉണ്ട്. അടുത്തിരിക്കുന്ന രണ്ടുപേരെ നോക്കി, വലതും ഇടതും ഇരിക്കുന്ന രണ്ടുപേരെ നോക്കി പറ, നിങ്ങളെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. പറ മക്കളെ, മോത്ത് നോക്കി പറ, നിങ്ങളെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. നിങ്ങളെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. എത്ര ഫറവോന്മാർ നിനക്കെതിരെ എഴുന്നേറ്റാലും, എത്ര നിയമക്കുരുക്കുകൾ വന്നാലും, രാജ്യം നിനക്കെതിരായാലും, കൊട്ടാരം നിനക്കെതിരായാലും, നിനക്ക് വേണ്ടി പ്ലാൻ, നിന്റെ മേൽ ദൈവത്തിന്റെ പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാനിനെ തകിടം മറിപ്പാൻ അവർക്ക് കഴിയത്തില്ല. നരകം കേൾക്കട്ടെ, ഭൂമി വിറയ്ക്കട്ടെ, നിന്നെക്കുറിച്ചും നിന്റെ പ്രിയപ്പെട്ടവരെ കുറിച്ചുമുള്ളതായ പ്ലാനിനെ തടയുവാൻ അന്ധകാര പടലങ്ങൾക്ക് ഒരിക്കലും കഴിയത്തേയില്ല. അവൻ്റെ ജനന സമയം വല്ലാത്തതായിരുന്നു. സ്തോത്രം. മതി അവൻ്റെ ജനന സമയം. അവൻ ജനിക്കണമായിരുന്നെങ്കിൽ ആ നിയമമെല്ലാം ഒന്ന് ഡിഫ്യൂസ് ചെയ്ത് പിന്നെ ജനിക്കണമായിരുന്നു, അല്ലെങ്കിൽ നിയമം വരുന്നതിന് മുമ്പ് ജനിക്കണമായിരുന്നു. ഒരു വല്ലാത്ത ഘട്ടത്തിലായിപ്പോയല്ലോ കർത്താവേ, ഒരു വല്ലാത്ത ഘട്ടത്തിലായിപ്പോയി എന്ന് പറയുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം നീയാണ് കണ്ടെങ്കിൽ ഏറ്റവും വലിയ മഹത്വവും നീ കാണുവാൻ പോകുകയാണ്. ഏറ്റവും വലിയ മഹത്വം, ഏറ്റവും വലിയ മഹത്വം. അതേ, മാസങ്ങൾക്ക് മുമ്പ് ഒരു മാനുസ്ക്രിപ്റ്റിൽ ഞാൻ വായിച്ചത്, ലക്ഷക്കണക്കിന് എബ്രായ കുട്ടികളെ നൈൽ നദിയിലുള്ളതായ അലിഗേറ്റേഴ്സ്, മുതലകൾ തിന്നെന്നാണ്. ലക്ഷക്കണക്കിന് കുട്ടികളെ ആ നദിയിലേക്ക് വലിച്ച് എറിഞ്ഞു കഴിഞ്ഞു. ആ കുട്ടികളുടെ രക്തം കുടിച്ച് മാംസം തിന്ന് സകല മുതലകളും ഇങ്ങനെ ആരോഗ്യം വെച്ച് അങ്ങനെ പുളകം കൊണ്ട് പരുത്ത് ജീവിക്കുന്നതായ സമയത്ത് വാഴ്ചകളെ, അധികാരങ്ങളെ, അന്ധകാരത്തിന്റെ ലോകാധിപതികളെ, സ്വലോകങ്ങളെ, ദുഷ്ടാത്മാ സൈന്യമേ, ഫറവോനെ, ആർക്കെതിരെയാണോ നീ നിയമക്കുരുക്കുണ്ടാക്കിയത്, ആർക്കെതിരെയാണോ നിനക്ക് ഈ കെണി വച്ചത്, അവൻ ദൈവത്തിന്റെ ഒരു പ്രത്യേക പ്ലാൻ ഉള്ളവനായതുകൊണ്ട്, അവൻ ദൈവത്തിന്റെ പ്ലാൻ ഉള്ളവനായതുകൊണ്ട് അവനെ തൊടുവാൻ കഴിയത്തില്ല. കാരണം അവനിപ്പോൾ കിടക്കുന്നത്, അവനിപ്പോൾ ആയിരിക്കുന്നത് ആ പെട്ടകത്തിലാണ്. പെട്ടകമെന്ന് പറഞ്ഞാൽ സ്തോത്രം, അതെ, കീല് പുരട്ടിയതായ ആ ഞാങ്ങണ കൊണ്ടുള്ളതായ പെട്ടകം, അത് ക്രിസ്തുവിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ക്രിസ്തുവിലാണ് അവൻ്റെ സഞ്ചാരം. നിന്റെ സഞ്ചാരം സ്തോത്രം, അതേ, മാരുതിയിലും കിയയിലും പിന്നെ വേറെന്തോ ക്രസ്റ്റയിലും ഒന്നുമല്ല നീ സഞ്ചരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ആരുടെ പേരല്ല, വണ്ടിയുടെ പേരാണ്. നീ സഞ്ചരിക്കുന്നത് ക്രിസ്തുവിലാണ്. നീ സഞ്ചരിക്കുന്നത്, നിന്റെ പുറത്ത് ക്രിസ്തുവാണ്, എക്സ്ക്യൂസ് മീ, നിന്റെ അകത്തും ക്രിസ്തുവാണ്. ഓ come on, നിന്റെ പുറത്ത് ക്രിസ്തുവാണ്, നിന്റെ അകത്തും ക്രിസ്തുവാണ്. Christ the hope of glory, he is in you. Greater is he who is in you than one who is in this world. നിന്റെ അകത്ത് മഹത്വത്തിന് പ്രത്യാശ ക്രിസ്തു ഇരിക്കുന്നു. നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണ്. നിന്റെ പുറത്തും ക്രിസ്തുവാണ്, നിന്റെ അകത്തും ക്രിസ്തുവാണ്. നൂറുകണക്കിന് മുതലുകൾ സ്തോത്രം, അത് ആ പെട്ടകത്തെ കണ്ടു കാണും, ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് കാണാം. പക്ഷേ നോ വേ, ആ സ്തോത്രം, പെട്ടകത്തിനകത്തൊരു കുട്ടിയുണ്ടെന്ന് മുതലയ്ക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നോ വേ, മുതലേ ഇത് ദഹിക്കത്തില്ല കേട്ടോ, യവനെ കിട്ടത്തില്ല, യവനെ കിട്ടത്തില്ല, യവനെ കിട്ടത്തില്ല. എത്ര മന്ത്രം പറഞ്ഞാലും, എത്ര തന്ത്രം മെനഞ്ഞാലും. ഇന്ന് പകൽ പ്രവചനാത്മാവിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്നുള്ള ആ ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ, പദ്ധതിയുള്ളവനെ തൊടുവാൻ അന്ധകാര ശക്തിയെ നിനക്ക് കഴിയത്തില്ല, കഴിയത്തില്ല. നിങ്ങൾക്കറിയാം സ്റ്റോറി. എന്നിട്ട് അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് അവനെ മോശെ എന്ന് പേര് വിളിച്ചു. വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു. എന്നെ കേൾക്കുന്ന ചിലരെ ക്യാൻസറിൽ നിന്ന് വലിച്ചെടുത്ത്, എന്നെ കേൾക്കുന്ന ചിലരെ ഹൃദയ രോഗത്തിൽ നിന്ന് ദൈവം വലിച്ചെടുത്ത്, എന്നെ കേൾക്കുന്ന ചിലരെ ഓപ്പറേഷനിൽ നിന്ന് ദൈവം വലിച്ചെടുത്ത്, എന്നെ കേൾക്കുന്ന ചിലരെ ആക്സിഡന്റിൽ നിന്ന് ദൈവം വലിച്ചെടുത്തു, എന്നെ കേൾക്കുന്ന ചിലരെ തകർച്ചകളിൽ നിന്നും നിലവിളികളിൽ നിന്നും വലിച്ചെടുത്തു, എന്നെ കേൾക്കുന്ന ചില കുട്ടികളെ അംഗവൈകല്യങ്ങളിൽ നിന്ന് ദൈവം വലിച്ചെടുത്തു, വലിച്ചെടുത്തു, വലിച്ചെടുത്തു. കമോൺ, അങ്ങനെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വലിച്ചെടുത്ത കർത്താവിന്റെ റെസ്ക്യൂ മിഷൻ, കർത്താവിന്റെ റെസ്ക്യൂ മിഷൻ, അവൻ വലിച്ചെടുത്ത ദൈവത്തിന്റെ പദ്ധതികൾക്കായി കരങ്ങളെ അടിച്ച ദൈവത്തെ സ്തുതിക്കും. എന്നാൽ സ്തോത്രം, അവൻ നിന്നെ വലിച്ചെടുത്തത് നിനക്ക് വേണ്ടി മാത്രം അല്ല, നീ കണ്ടിട്ടില്ലാത്ത വലിയൊരു ജനതയുടെ വിടുതലിന് വേണ്ടി കൂടെയാണ്.
നിങ്ങൾ കേട്ടില്ല, നീ കണ്ടിട്ടില്ലാത്ത വലിയൊരു ജനത്തിൻ്റെ വിടുതലിന് വേണ്ടിയാണ് ദൈവം നിന്നെ വലിച്ചെടുത്ത് വിടുതലോട് നിർത്തിയിരിക്കുന്നത്. ഞാൻ പറയട്ടെ, നിന്റെ സൗഖ്യം നിന്നിൽ ഒതുങ്ങത്തില്ല, നിന്റെ വിടുതൽ നിന്നിൽ ഒതുങ്ങത്തില്ല. നിന്റെ സാക്ഷ്യം അനേക ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് അനുഗ്രഹമാകുവാൻ പോകുകയാണ് യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. 10,000 പ്രസംഗം കേട്ടാൽ ഗുണപ്പെടാത്തവൻ നിന്റെ 5 മിനിറ്റ് സാക്ഷ്യം കേട്ട് വിടുതൽ പ്രാപിപ്പാൻ വേണ്ടി പോകുന്നു. നിന്റെ വിടുതൽ മോശെ, നിന്റെ വിടുതൽ നിനക്ക് വേണ്ടി മാത്രം അല്ല. നിന്നെ ആ നദിയിൽ ദൈവം സംരക്ഷിച്ചത് ഫറവോന്റെ കസേരയിൽ ഇരിക്കാനോ അവസാനം പിരമിഡിലിരുന്ന് ദ്രവിക്കാനോ അല്ല. സ്തോത്രം. ദൈവത്തിന്റെ ജനമാകുന്ന 30 ലക്ഷത്തിന്റെ വിടുതലിന് വേണ്ടിയാണ് ദൈവം നിന്നെ വിടുവിച്ചത്. ഞാൻ നിങ്ങൾ നോക്കി ഇങ്ങനെ പറയട്ടെ, വിടുതൽ പ്രാപിച്ചത് അനേകരെ വിടുവിപ്പാൻ വേണ്ടിയാണ്. വിടുവിക്കപ്പെട്ടിരിക്കുന്നു. ഓ കമാൺ, അടുത്തൊരു ദൂതന്റെ ഹെഡിങ് ആണ് വിടുവിപ്പാൻ വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. ആരും മിണ്ടുന്നില്ല. വിടുവിപ്പാൻ വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. യെസ്, ഹല്ലേലൂയ. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. എന്തിനാ വിടുതൽ പ്രാപിച്ചത്? സ്തോത്രം. അതേ, അനേകരെ വിടുവിപ്പാൻ വേണ്ടിയാണ്. പുതിയ നിയമ ശുശ്രൂഷ പോയിന്റ് തള്ളുന്ന ശുശ്രൂഷയല്ല. പുതിയ നിയമ ശുശ്രൂഷ വിടുതലിന്റെ ശുശ്രൂഷയാണ്. വാ തുറന്ന് ശക്തിയോടെ എല്ലാവരും ഒന്ന് പറ, എന്തോ ശുശ്രൂഷ? വിടുതലിന്റെ ശുശ്രൂഷ. യേശു കർത്താവ് നന്മ ചെയ്തും കൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. ഹി വാസ് ഡൂയിങ് ഗുഡ്. അപ്പോസ്തലപ്രവൃത്തി 10:38. യേശു പറയുമ്പോൾ ജനം വിടുവിക്കപ്പെട്ടു. യേശു തൊട്ടപ്പോൾ ജനം വിടുവിക്കപ്പെട്ടു. യേശുവിനെ തൊട്ടപ്പോൾ വിടുവിക്കപ്പെട്ടു. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ അടുക്കൽ വന്നവരെ കർത്താവ് വിടുവിച്ചു എങ്കിൽ അന്നത്തെ കർത്താവിന്റെ കൃപയാൽ ദൈവം നിന്നെ വിടുവിച്ചത് മറ്റനേകർ നിന്നിലൂടെ ദൈവകൃപയാൽ വിടുവിക്കപ്പെടുവാൻ വേണ്ടിയാണ്. സ്തോത്രം. യേശുവിൻ നാമത്തിൽ നീ വചനം പറയുമ്പോൾ വിടുതലുണ്ട്. ആമേൻ പറഞ്ഞേ. ആമേൻ പറഞ്ഞ. ആ വിടുതലിന്റെ ശബ്ദം, ആ വിടുതലിന്റെ ശബ്ദത്തിന്റെ വോളിയം ഒന്ന്. യെസ്, സ്തോത്രം. യെസ്, നീ സാക്ഷ്യം പറയുമ്പോൾ വിടുതലുണ്ട്. നീ പാടുമ്പോൾ വിടുതലുണ്ട്. നീ പറയുമ്പോൾ വിടുതലുണ്ട്. നീ കൈ വയ്ക്കുമ്പോൾ വിടുതലുണ്ട്. യെസ് യെസ് യെസ്. ആരാ നീ? സൺഡേ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ നോ വേ. നിനക്ക് പല പേരുണ്ട്. അതിലൊന്ന് ഈ കാലഘട്ടത്തിൽ നീ അഭിഷിക്തനെങ്കിൽ നീ മറ്റുള്ളവരെ വിടുവിക്കുന്നവനാണ്. നിന്നിലൂടെ ആയിരങ്ങളെ വിടുവിപ്പാൻ ദൈവം നിന്നെ സ്തോത്രം ഇതാ വിടുവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. അതേ, വേദപുസ്തകം പറയുന്നു ഹല്ലേലൂയ, അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവനെ മോശെ എന്ന് പേരിട്ടു. സഹോദരങ്ങളെ, ഏതിൽ നിന്നാണോ ദൈവം നിങ്ങളെ വലിച്ചെടുത്തത്, മറക്കല്ല, ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഏതിൽ നിന്നാണോ ദൈവം നിങ്ങളെ വലിച്ചെടുത്തത് അതിന്മേൽ നിങ്ങൾക്കൊരു എക്സ്ട്രാ അധികാരം ഉണ്ടായിരിക്കും. ഓ ഹല്ലേലൂയ. ഏതിൽ നിന്നാണോ ദൈവം നിങ്ങളെ വലിച്ചെടുത്തത് അതിന്മേൽ നിങ്ങൾക്കൊരു എക്സ്ട്രാ ഓർഡിനറി അതോറിറ്റി ഉണ്ടായിരിക്കുക. ക്യാൻസറിൽ നിന്നാണ് ദൈവം നിന്നെ വിടുവിച്ചതെങ്കിൽ ലെറ്റ് മീ ടെൽ യു അഗൈൻ, സ്തോത്രം, നീ തൊടുമ്പോഴായിരിക്കും ആയിരക്കണക്കിന് ക്യാൻസർ രോഗികൾ സൗഖ്യമാകാൻ വേണ്ടി പോകുന്നത്. ഹൃദയ രോഗത്തിൽ നിന്നാണ് ദൈവം നിന്നെ വിടുവിച്ചതെങ്കിൽ നിന്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ നീ കൈവയ്ക്കുമ്പോഴായിരിക്കാം അനേകായിരക്കണക്കിന് ഹൃദയ രോഗികൾ സൗഖ്യമാകാൻ വേണ്ടി പോകുന്നത്. ആസ്മയായിരിക്കാം, മറ്റ് രോഗങ്ങളായിരിക്കാം. എക്സ്ക്യൂസ് മീ, രോഗങ്ങൾ മാത്രമല്ല, ഇന്നലകൾ ലൈഫിൽ വന്നതായ തിരമാലകൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, അതിൽ കടന്ന് ജനം പെടയുന്നത് കാണുമ്പോൾ ഉടനെ മനസ്സിലാക്കണം, യെസ്, അതാ മറ്റേ പാസ്റ്ററുകളും അങ്ങേതിലെ പ്രവാചകനും ഇല്ലാത്ത ഒരു അധികാരത്തിന്റെ താക്കോൽ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ നോക്കി ഒന്ന് ചിരിച്ചാട്ടെ. ചിരിച്ചിട്ട് പറഞ്ഞാട്ടെ, എൻ്റെ താക്കോൽ വേറെയാ. പെട്ടെന്ന് പറ, എൻ്റെ താക്കോൽ വേറെയാ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേറെയാ, എൻ്റെ കയ്യിലിരിക്കുന്ന താക്കോൽ വേറെയാ. നിങ്ങളുടെ താക്കോൽ അല്ല, എൻ്റെ താക്കോൽ. സ്തോത്രം. നിങ്ങൾ വന്ന പ്രശ്നം മറ്റൊന്നായിരിക്കാം, ഞാൻ വന്ന പ്രശ്നം മറ്റൊന്നായിരിക്കാം. യേശുവിൻ നാമത്തിൽ ഏതിൽ നിന്ന് നീ വന്നോ അതിന്മേൽ നിനക്കൊരു എക്സ്ട്രാ അധികാരം ഉണ്ട്. നിന്റെ കൂടെ ആരാ
ആരാധിക്കുകയും കൂടെ സഞ്ചരിക്കുകയും കൂടെ ജീവിക്കുകയും ചെയ്യുന്ന മറ്റാർക്കും ഇല്ലാത്തതായ ഒരു എക്സ്ട്രാ അതോറിറ്റി സ്തോത്രം നിങ്ങളുടെ മേലുണ്ട്. എങ്ങനെ കാണുവാൻ തക്കോണം കഴിയും? 80 വയസ്സ് മുതൽ 120 വയസ്സ് വരെ, അതാണ് മോശയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്. ഹി വാസ് എ വാട്ടർ സ്പെഷ്യലിസ്റ്റ്. He was a water specialist. അവനൊരു വെള്ളത്തിൻ്റെ സ്പെഷ്യലിസ്റ്റ്. എന്തോ സ്പെഷ്യലിസ്റ്റാണ് ഞാൻ പറഞ്ഞത്? കാർഡിയോളജിസ്റ്റ് അല്ല, സ്തോത്രം. അതെ, പിന്നെ എന്തുവാ ENT സ്പെഷ്യലിസ്റ്റ് അല്ല. ഒത്തിരി സ്പെഷ്യലിസ്റ്റുകൾ നിങ്ങൾക്കറിയാം. നോ, ഹീസ് എ വാട്ടർ സ്പെഷ്യലിസ്റ്റ്. കാരണം അവൻ വന്നത് വെള്ളത്തിൽ നിന്നായതുകൊണ്ട് ഹീസ് എ വാട്ടർ സ്പെഷ്യലിസ്റ്റ്. ഓ, ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, എന്തോ സ്പെഷ്യലിസ്റ്റ്? വാട്ടർ സ്പെഷ്യലിസ്റ്റ്, വെള്ളത്തിൻ്റെ സ്പെഷ്യലിസ്റ്റ്. എങ്ങനെ പറയാൻ കഴിയും ബ്രദർ സുരേഷ് ബാബു ഹീസ് എ വാട്ടർ സ്പെഷ്യലിസ്റ്റ് എന്ന്? തിരുവചനം പറയുന്നു, സ്തോത്രം, 80 വർഷങ്ങൾക്ക് മുമ്പ് ഏത് വെള്ളത്തിൽ അവനെ മുക്കണം, തൊലയ്ക്കണം എന്ന് പിശാച് പറഞ്ഞു. ഏത് വെള്ളത്തിൽ മോശയെ തീർക്കും എന്ന് പിശാച് പറഞ്ഞു. ആ പിശാചിൻ്റെ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നാണ്, ആ പിശാചിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നാണ് മോശയുടെ ശുശ്രൂഷയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആരംഭിച്ചത്. എവിടെയാണോ ഫറവോനും സാത്താനും ഏത് നൈൽ നദിയിൽ മോശയെ തീർക്കുമെന്ന് പറഞ്ഞു, 80 വർഷം കഴിഞ്ഞപ്പോൾ അതേ നൈൽ നദിയിലെ വെള്ളത്തെ രക്തമാക്കിക്കൊണ്ട് മോശ ആരംഭിച്ചു. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ആരുടെയൊക്കെ ജീവിതത്തെ നോക്കി പ്രവചനാത്മാവിൽ വിളിച്ചു പറയട്ടെ, ഇത് നിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഇത് നിന്റെ ഫിനിഷിംഗ് പോയിന്റ് അല്ല, ഇത് നിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഇത് നിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഇത് ക്രൈസിസ് എന്ന് പറഞ്ഞ് ആരും ഓടിപ്പോകരുത്. ഇത് തിന്മയെന്ന് പറഞ്ഞ് ആരും തള്ളിക്കളയല്ല. ഹല്ലേലൂയ. ഇതോടെ ഞാൻ തീർന്നേ എന്ന് പറഞ്ഞ് ആരും നിരാശക്കുഴിയിൽ വീഴരുത്. ഇത് നിന്റെ കുടുംബത്തിന്റെ മറ്റൊരു മഹത്വ മണ്ഡലത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. വർഷങ്ങളായി നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. എൻ്റെ വീട്ടിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് നീ പറഞ്ഞില്ലേ, പ്രാർത്ഥിച്ചില്ലേ, ഉപവസിച്ചില്ലേ, അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഹല്ലേലൂയ. 80 വർഷങ്ങൾക്ക് മുമ്പ് ഏത് നൈൽ നദിയിലെ വെള്ളമാണോ 70 ലക്ഷത്തിലധികം, അങ്ങനെയാണ് യഹൂദ തൽമൂദ് പറയുന്നത്, 70 ലക്ഷത്തിലധികം കുഞ്ഞുങ്ങളെ കൊന്നത്. സ്തോത്രം. അവരൊക്കെ അവിടെ തകർന്നു കാണും, അവരൊക്കെ അവർ ഉടഞ്ഞു കാണും. എന്നാൽ ആമാരവിടെ തകർന്നെന്ന് പറഞ്ഞ് പിശാചേ, എനിക്ക് തകരാൻ മനസ്സില്ലടോ, എൻ്റെ മേലൊരു പ്രത്യേക നിയോഗമുണ്ട്, എൻ്റെ മേലൊരു നിയോഗം ഉള്ളത് കൊണ്ട്, എൻ്റെ മേലൊരു പ്ലാൻ ഉള്ളത് കൊണ്ട്, എവിടെയാണോ ഞാൻ തീരുമെന്ന് നരകം വിധി എഴുതിയത് അവിടെ നോക്കി എൻ്റെ ദൈവം പറയുന്നു, നോ 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 നോ, പിശാചിൻ്റെ ഫിനിഷിംഗ് പോയിന്റ് നിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. നിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 17 മുതൽ 20 വരെ നിങ്ങൾ വായിക്കുമ്പോൾ, ഒന്നാമത്തെ ബാധയായി വെള്ളത്തെ അവൻ രക്തമാക്കി തീർത്തു. മോശയുടെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു, ഒരു വടി. മോശയുടെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ പഠിച്ചതാണ്, നമ്മൾ കേട്ടതാണ്. അത് മോശയുടെ വടി എന്ന് പറയുന്നതിനേക്കാൾ അത് ദൈവത്തിന്റെ വടി എന്ന് പറയുന്നതാണ് അഭികാമ്യം. ഓ, എവിടെ പോയാലും അവന്റെ കയ്യിൽ ആ വടിയുണ്ടായിരുന്നു. ആ വടി കൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ ആ വെള്ളം രക്തമായി തീർന്നു. യേശുവിൻ നാമത്തിൽ ഞാൻ പറയട്ടെ, സാഹചര്യങ്ങൾ മാറുവാൻ പോകുകയാണ്. 4000 വർഷങ്ങൾക്ക് മുമ്പ് 4000 വർഷങ്ങൾക്ക് മുമ്പ് മോശയുടെ കാലത്ത് സ്തോത്രം, അതേ ഒരു ബ്രേക്കിംഗ് ന്യൂസ് സിസ്റ്റവും ഒരു ടിവിയും പരിപാടിയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ, അവർ ഇപ്രകാരം പറഞ്ഞു കാണും, വെള്ളം രക്തമായി, വെള്ളം രക്തമായി, വെള്ളം രക്തമായി. ബ്രേക്കിംഗ് ന്യൂസ് ഇപ്പോൾ കിട്ടിയതായ അതേ വാർത്തയാണ്, വെള്ളം രക്തമായി. ഉടനെ അടുത്ത ന്യൂസ് റീഡർ പറയും, മോശ ശുശ്രൂഷ തുടങ്ങി എന്ന് തോന്നുന്നു, മോശ ശുശ്രൂഷ തുടങ്ങി. ഓ കമോൺ, മോശ, ഓ ഹല്ലേലൂയ. നിങ്ങൾ ശുശ്രൂഷ തുടങ്ങിയെന്ന നരകം ഒന്ന് അറിയട്ടെ.
ഹല്ലേലൂയ. ഓ കമോൺ, നീ ശുശ്രൂഷ തുടങ്ങിയെന്ന് ചെകുത്താനൊന്ന് അറിയട്ടെ. നീ തുടങ്ങിയെന്ന് അതെ 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 പാതാളമൊന്ന് അറിയട്ടെ, ദുർഭൂത ശക്തികൾ അറിയട്ടെ. സ്തോത്രം. ചിലർ പറയും സ്നാനപ്പെട്ടിട്ട് 30 വർഷമായി, ഈ ദേശത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 15 വർഷമായി, നരകം ഇതുവരെ അറിഞ്ഞിട്ടില്ല. എന്നാൽ യേശുവിൻ നാമത്തിൽ യു നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ. അഭിഷേകം നുകങ്ങളെ തകർക്കുന്നതാണ്. സ്തോത്രം. അതേ, അഭിഷേകം നുകങ്ങളെ തകർക്കുന്നതാണ്. സ്തോത്രം. അഭിഷേകം നുകങ്ങളെ തകർക്കുന്നതാണ്. ഈജിപ്തിന്റെ ദാനം ഇസ്രായേലിന്റെ ശാപം. സ്തോത്രം. ഈജിപ്തിന്റെ ദാനം നൈൽ. സ്തോത്രം. ഇസ്രായേലിന്റെ ശാപം, അവന്റെ ദാനം നമുക്ക് ശാപമാണ്. അതിന്റെ വെള്ളത്തെ രക്തമാക്കിക്കൊണ്ട് പുള്ളി തൻ്റെ ഓഫീസ് തുറന്ന്, സ്തോത്രം, അതെ, വെള്ളത്തെ രക്തമാക്കി. എടോ, അഹരോന് പറ്റിയില്ലല്ലോ, മിരിയാമിന് പറ്റിയില്ലല്ലോ. അതെ, അവർക്കില്ലാത്ത ഒരു ലെവലിൽ നിന്നാണ് എൻ്റെ ലൈഫ് വന്നത്. ഞാൻ എവിടെ നിന്ന് വന്നെന്ന് നിനക്കറിയാമോ? ഞാൻ എത്ര നിലവിളിച്ചെന്നറിയാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ പറയുന്നത്. ഞാൻ എത്ര കരഞ്ഞെന്നറിയാമോ? ഞാൻ എത്ര വിഷമിച്ചെന്നറിയോ? എത്ര വട്ടം ചത്താ മതിയെന്ന് ചിന്തിച്ചെന്നറിയാമോ? എത്ര വട്ടം എന്തിന് ജീവിക്കുന്നെന്ന് പറഞ്ഞെന്നറിയാമോ? എൻ്റെ വെള്ളത്തിൻ്റെ ആഴം നിങ്ങൾക്ക് അറിയത്തില്ല. എൻ്റെ വെള്ളത്തിൻ്റെ ആഴം അറിയുന്ന ഒരുവനുണ്ട്. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, എൻ്റെ വെള്ളത്തിൻ്റെ ആഴം അറിയുന്നവൻ പറഞ്ഞു, എവിടെ നീ തീരുമെന്ന് പറഞ്ഞു, അവിടെ നിന്ന് ചരിത്രം മറ്റൊരു ചരിത്രം ആരംഭിപ്പാൻ. അതെ, അവിടെ നിന്ന് ഞാൻ നിന്നെ തുടങ്ങുന്നവനാക്കും. വെള്ളത്തിൻ്റെ സ്പെഷ്യലിസ്റ്റ്. എന്നാ സ്പെഷ്യലിസ്റ്റ് മക്കളെ? ഒരിക്കൽ കൂടെ പറഞ്ഞോട്ടെ. വെള്ളത്തിൻ്റെ സ്പെഷ്യലിസ്റ്റ്, വാട്ടർ സ്പെഷ്യലിസ്റ്റ്. ഹി ടേൺ ദ വാട്ടർ ഇൻടു ബ്ലഡ്. വീണ്ടും വേദപുസ്തകം പറയുന്നു, സ്തോത്രം, പുറപ്പാട് 14, 15, 16 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, ഹേ മോശേ, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? വടി നീട്ടി ആ കടലിനെ വിഭാഗിപ്പാൻ നീ പറ. പണ്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു ടീച്ചർ വന്നിരുന്നു, ഒരു സാറ് വന്നിരുന്നു. സാർ ഇങ്ങനെ കയ്യിൽ ഡസ്റ്റർ പിടിച്ചിട്ട് ഇങ്ങനെ ഞങ്ങളോട് ചോദിച്ചു, സ്തോത്രം, അതെ, ഹേ ബോയ്സ് വെർ ഈസ് മൈ ഡസ്റ്റർ, ഹേ ബോയ്സ് വെർ ഈസ് മൈ ഡസ്റ്റർ, ഹേ ബോയ്സ് വെർ ഈസ് മൈ ഡസ്റ്റർ. സ്തോത്രം. സാറേ, കയ്യെ നോക്ക് സാറേ എന്ന് പറയുന്നത് പോലെ, സ്തോത്രം, അതെ, വാടിയും കയ്യെ പിടിച്ചിട്ട്, സ്വർഗമേ നീ ശ്വാസിക്കണമേ, സ്വർഗമേ വഴി ഒരുക്കണമേ എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നു, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? എടോ, താക്കോൽ ഓൾറെഡി നിന്റെ കയ്യിൽ ഞാൻ തന്നിട്ടുണ്ട്. മോശേ, നിന്റെ ജീവിതത്തിൽ ഓൾറെഡി 40 വർഷത്തിൻ്റെ താക്കോൽ 80ാമത്തെ വയസ്സിലെ ഞാൻ തന്നിരിക്കുകയാണ്. ഒരിക്കൽ കൂടെ പറയാ, 120 വയസ്സ് വരെയുള്ള താക്കോൽ 80ാം വയസ്സിലെ തന്നു കഴിഞ്ഞു. യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഭാവിയിലെ നിയോഗങ്ങൾ നിന്റെ മേൽ വന്നു കഴിഞ്ഞു. ഭാവിയിലെ നിയോഗങ്ങൾ വന്നു കഴിഞ്ഞു. അഡ്വാൻസായി ദൈവത്തിന് നന്ദി പറ. അടുത്ത വർഷങ്ങൾക്കുള്ളതായ നിയോഗങ്ങൾ ഇപ്പോഴേ നിന്റെ മേൽ വന്നു കഴിഞ്ഞു. യെസ്, ഭാവിയിലെ നിയോഗം വന്നു കഴിഞ്ഞു. വൈ ആർ യു കോളിംഗ് ഓൺ ടു മീ? നീ എന്നോട് നിലവിളിക്കുന്നത് വാടിയം നീട്ടി ആ കടലിനെ നീ വിഭാഗിക്കുക. വാടിയം നീട്ടി നീ വിഭാഗിക്കുക. മീനിങ്, അർത്ഥം ഇതാണ്, നിന്റെ മേൽ ആ വെള്ളത്തിനെ വിഭാഗിക്കേണ്ടതായ നിയോഗത്തെ ഞാൻ തന്നു കഴിഞ്ഞു. നിന്റെ ജ്യേഷ്ഠൻ, സ്തോത്രം, അതെ, അഹരോന്റെ കയ്യിൽ ആ നിയോഗം ഇല്ല. നിന്റെ ജ്യേഷ്ഠന്റെ കയ്യിൽ നിയോഗം ഇല്ല. നിന്റെ സഹോദരി മിരിയാമിന്റെ കയ്യിൽ നിയോഗം ഇല്ല. അപ്പുറത്തെ അഹരോന്റെയും ഹൂരിന്റെ മേൽ നിയോഗം ഇല്ല. യോശുവ നോ, നിന്റെ മേൽ, വേറെ ചുറ്റും നിൽക്കുന്ന ആരുടെ മേലും ഇല്ലാത്തതായ ഒരു നിയോഗം
നിന്റെ മേലുണ്ട്. വേറെ ആർക്കുമില്ലാത്ത നിയോഗം നിന്റെ മേലുണ്ട്. എൻ്റെ കർത്താവേ, എൻ്റെ മേലോ ആ നിയോഗം. കാരണം നീ വന്നത് ബൈബിൾ കോളേജിൽ നിന്നല്ല, നീ വന്നത് കുടുംബ പേരിലല്ല, നീ വന്നത് മറ്റേ അമ്മാച്ചൻ്റെ മോൻ്റെ ചിറ്റപ്പൻ്റെ നാത്തുവിൻ്റെ അയൽവാസി. നോ നോ നോ, ആ വളച്ചുകെട്ടി റിലേഷനല്ല നീ വന്നത്. ഇന്നലകളിൽ നിന്നെ മുക്കിക്കൊല്ലുവാൻ ശ്രമിച്ചതായ ശക്തികളുടെ നടുവിൽ എനിക്കൊരു മധുര പ്രതികാരം ഈ ദിവസങ്ങളിൽ പുറത്തെടുക്കുവാനുണ്ട്. This is a season of my sweet vengeance. ഇതെന്റെ മധുര പ്രതികാരത്തിന്റെ ദിവസമത്രേ. Why are you calling unto me? Stretch your hands and separate the water. Come on, ശബ്ദം ഉയർത്തി. ആ റൂമിലിരിക്കുന്നവർ, വീട്ടിലിരിക്കുന്നവർ ശബ്ദം ഉയർത്തി. നിയോഗം, നിയോഗം. നിയോഗങ്ങൾ വെളിപ്പെടുന്നു. ജൂൺ 12 നിയോഗങ്ങൾ വെളിപ്പെടുകയാണ്. ജൂൺ 12 ഞായറാഴ്ച, നിയോഗത്തിന്റെ ഞായറാഴ്ച. നിയോഗങ്ങൾ വെളിപ്പെടുന്നു. ഭാവിയിലേക്കുള്ള നിയോഗങ്ങൾ വെളിപ്പെടുന്നു. അടുത്ത വർഷങ്ങളിലേക്കുള്ള നിയോഗം. ചില പപ്പ മമ്മി ഇന്ന് പകൽ കേൾക്കട്ടെ, തലമുറകളുടെ ഡെസ്റ്റിനി മാറ്റുന്ന നിയോഗങ്ങൾ വെളിപ്പെടുന്നു. മോശെ, നീ ചെയ്യേണ്ടത് നീ ചെയ്താൽ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും. നീ ചെയ്യേണ്ടത് നീ ചെയ്താൽ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും. വടി നീട്ടേണ്ടത് നിന്റെ ചുമതല. കാറ്റടിപ്പിച്ച് ഉണങ്ങിയ നിലമാക്കുന്നത് എൻ്റെ ചുമതല. ഓഹോ ഓഹോ, പഠിക്കേണ്ടത് നിന്റെ ചുമതല. പുസ്തകം തുറന്ന് വായിക്കേണ്ടത് നിന്റെ ചുമതല. യെസ്, പ്രാർത്ഥിക്കേണ്ടത് നിന്റെ ചുമതല. നന്നായി അധ്വാനിക്കേണ്ടത് നിന്റെ ചുമതല. നന്നായി ദൈവകൃപയിൽ നിൽക്കേണ്ടത് നിന്റെ ചുമതല. നീ ചെയ്യേണ്ടത് നീ ചെയ്യുമ്പോൾ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും. നീ ചെയ്യേണ്ടത് നീ. സോ വാടി നീട്ടി നീ ആ വെള്ളത്തെ വിഭാഗിക്കുക. മോശവിക്കനാണോ? നോ നോ നോ, ഐ ഡോണ്ട് തിങ്ക്. പക്ഷെ എന്തെങ്കിലും സ്തോത്രം പാസ്റ്റർ കെ.സി. ജോൺ ഇങ്ങനെ പറയാറുണ്ട്, സ്തോത്രം വാടി നീട്ടി ചെങ്കടലെ എന്ന് പറഞ്ഞപ്പോ ആ വെള്ളം വിഭാഗിക്കപ്പെട്ടത് അവനൊരു വാട്ടർ സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ടാ. അവനൊരു വാട്ടർ സ്പെഷ്യലിസ്റ്റ്. ഹല്ലേലൂയ. വെള്ളത്തിൽ നിന്ന് കയറി വന്നവന്റെ കൈയുടെ മുൻപിൽ വെള്ളം വിഭാഗിക്കപ്പെടുന്നത് കണ്ടോ? വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തവന്റെ കൈ കീഴിൽ വെള്ളം വിഭാഗിക്കപ്പെടുന്നത് കണ്ടോ? ഒഴുകുന്ന വെള്ളത്തിന്മേലും അവന് നിയോഗമുണ്ട്. തിരമാല നിറയപ്പെട്ടിരിക്കുന്ന വെള്ളത്തിന്മേലും അവന് നിയോഗമുണ്ട്. ആരോടാ ഞാൻ പറഞ്ഞേ? ഏത് ഷേപ്പിൽ വെള്ളം കിടന്നാലും, ഏത് ക്രമത്തിലുള്ള പോരാട്ടമെങ്കിലും, കമാൺ, നിനക്കൊരു നിയോഗമുണ്ട്. ഒഴുകുന്ന നദിയെങ്കിലും അതിന്മേൽ നിനക്കൊരു നിയോഗമുണ്ട്. തിരമാല സ്തോത്രം അടിക്കുന്ന കടലെങ്കിലും നിനക്കൊരു നിയോഗമുണ്ട്. വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് നിനക്ക് മോശെ എന്ന് പേരിട്ടു. യു ആർ നോട്ട് ഓർഡിനറി, എ വാട്ടർ സ്പെഷ്യലിസ്റ്റ്. A water specialist. Water specialist for the glory of God. Hallelujah. ഇന്നലകളിൽ സ്തോത്രം നമ്മൾ വന്നതല്ല, അവൻ നിന്നെ വലിച്ചെടുത്ത് കൊണ്ടുവന്നതാ. ഇന്നലെ നീ തൊലഞ്ഞെന്നാ പലരും പറഞ്ഞ പുള്ളിയില്ല കേട്ടോ. ഇനി യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ഫിനിഷിംഗ് പോയിന്റ് എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. നീടുന്ന ഫിനിഷിംഗ് പോയിന്റ് എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. കാരണം എൻ്റെ കർത്താവ്, അവൻ എൻ്റെ ആൽഫ, അവൻ എൻ്റെ ഓമേഗ. എന്നിൽ കർത്താവിന്റെ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവസാന നാളത്തോളം തീർപ്പാൻ അവൻ ശക്തനാണ്. ശക്തനാണ്. സ്തോത്രം. അതേ പാസ്റ്റർ കെ.സി. ജോൺ പറയുന്ന പോലെ എന്ന് പറഞ്ഞപ്പോ സ്തോത്രം, അതേ ആ ലീഡറിന്റെ കൈക്കീഴിൽ ഇതാ വഴി ഒരുങ്ങുകയാണ്. കമോൺ, ഇന്ത്യൻ ചർച്ചിൽ അങ്ങനെയുള്ള ചില മോശമാർ ഈ 2022 ജൂൺ മാസത്തിൽ എഴുന്നേൽക്കട്ടെ. സഭയെ മുന്നിലേക്ക് നയിക്കുവാൻ റിവൈവൽ ഹൈവേ പെർസിക്യൂഷന്റെ കടലിന് നടുവിൽ, പീഡയുടെയും വെല്ലുവിളിയുടെയും കടലിൽ
കടലിന്റെ നടുവിൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ അനുഭവത്തിലേക്ക് നയിക്കുന്ന മോശമാർ എഴുന്നേൽക്കട്ടെ. കടലിൽ ഹൈവേ ഉണ്ടാകട്ടെ. രാജവീതികൾ തുറന്നു വരട്ടെ. പ്രവചിക്ക വാ തുറന്ന് രാജവീതികൾ, വിടുതലിന്റെ ഉണർവിന്റെ സഭാ വളർച്ചയുടെ രാജവീതികൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. കരങ്ങളെ അടിച്ചാരാധിക്ക്. വാട്ടർ സ്പെഷ്യലിസ്റ്റ്. നദിയിലെ വെള്ളം സ്തോത്രം രക്തമായി. കടലിലെ വെള്ളം വിഭാഗിക്കപ്പെട്ടു. കടലിലെ വെള്ളം വിഭാഗിക്കപ്പെട്ട മറുകര കടന്നതും വെള്ളമില്ല. ചെങ്കടൽ വിഭാഗിക്കപ്പെട്ട അക്കരെ കടന്നതും പുറപ്പാട് 15 വെള്ളമില്ല. 3 ദിവസം വെള്ളമില്ല. 3 ദിവസം വെള്ളമില്ലാതെ സ്തോത്രം വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത പാസ്റ്റർ കീഴിൽ 3 ദിവസം വെള്ളമില്ലാതെ ആ ജനം നടന്നാൽ ആ പാസ്റ്റർ ഗതി അതോ ഗതിയാണ്. ഓ കമാൺ, നിങ്ങൾ കേട്ടില്ല. ഹല്ലേലൂയ. വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത പാസ്റ്ററാണ്. പക്ഷേ സ്തോത്രം 3 ദിവസം വെള്ളമില്ലാതെ അവർ നടന്ന 3-ാം ദിവസം അവരെത്തിയത് നല്ല കയ്പുള്ള വെള്ളത്തിനരികിലേക്കാണ്. വെള്ളമില്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ കാണിച്ചിട്ട് എന്തിനാ കർത്താവെ കയ്പിച്ചത്? വെള്ളം ഇല്ലെങ്കിൽ ഇല്ലെന്നല്ലേ കർത്താവേ ഉള്ളൂ. പക്ഷേ കാണിച്ചിട്ട് എന്തിനാ കയ്പിച്ചത്? മാറായിൽ അവർ എത്തി. മാറയിൽ അവരെത്തി. വേദപുസ്തകം പറയുന്നു, പുറപ്പാട് 15:25 വായിക്കുമ്പോൾ അവിടെ ഒരു മാറയുണ്ട്, അടുത്തൊരു മോശയുണ്ട്, ഇപ്പുറത്തൊരു മരവുമുണ്ട്. 3-ലും മായുണ്ട്. മാറയിലെ മായുണ്ട്, മോശയിലെ മായുണ്ട്, മരത്തിലും മായുണ്ട്. സ്തോത്രം. മാറയുണ്ട്, മോശയുണ്ട്. ജനത്തിനറിയത്തില്ല, പക്ഷെ ദൈവത്തിനറിയാം. അപ്പുറത്തൊരു മരവുമുണ്ട്. വെള്ളം കിട്ടാതെ ഹൃദയത്തിൽ കയ്പുള്ളതായ ജനം മുന്നിൽ കിടക്കുന്നതായ വെള്ളം രുചിച്ചു നോക്കിയതും അത് ഭയങ്കര കയ്പാണ്. വായിൽ കൊണ്ടതിൻ്റെ 7 ഇരട്ടി വേഗതയിൽ അവരെ പുറത്തേക്ക് തുപ്പിക്കാണും. ഭയങ്കര കയ്പാണ്, ഭയങ്കര കയ്പാണ്. അവിടെ ഉള്ളിലുള്ള കയ്പ് ആ തിന്മയുടെ സാഹചര്യം വന്നപ്പോൾ പുറത്തു വന്നു. ചിലർ പറയുമായിരിക്കും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എങ്ങനെയുണ്ട്? പക്ഷെ അകത്തിരിക്കുന്ന ചരക്ക് വെളിപ്പെടുന്നത് ഒരു മാറ വരുമ്പോഴാണ്. ഹല്ലേലൂയ. ആരും കേട്ടില്ല അല്ലേ? ഞാൻ വല്ലതും പറഞ്ഞോ? സ്തോത്രം. അകത്തിരിക്കുന്ന തനി നിറം പുറത്തു വരുന്നത് മാറയിൽ വരുമ്പോഴാണ്. സ്വാചനം സ്തോത്രം. അതേ മാറയിൽ വന്നപ്പോൾ അവിടെ അകത്തുള്ളിരുന്നതായ ട്രൂ കളർ, യഥാർത്ഥ നിറം പുറത്തു വന്നു. അപ്പോൾ ആ വെള്ളത്തിന് കയ്പുണ്ട്, ജനത്തിന് കയ്പുണ്ട്. ശ്രദ്ധിക്കുക, പാസ്റ്റേഴ്സിനോട് ഞാൻ പറയട്ടെ, വെള്ളത്തിൽ കയ്പുണ്ട്, ജനത്തിന് കയ്പുണ്ട്, പക്ഷേ മോശയിൽ കയ്പില്ല. കയ്പില്ലാത്ത ദൈവദാസന്മാർക്ക് മാത്രമേ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കരുത്ത് അനുഭവിപ്പാൻ കഴിയത്തുള്ളൂ. കയ്പുള്ള പ്രവാചകന്മാർ ഇന്ന് പകൽ മാനസാന്തരപ്പെടട്ടെ. കയ്പിൻ്റെ പാസ്റ്റർമാർ ഇന്ന് പകൽക്കാലം മാനസാന്തരപ്പെടട്ടെ. മോശയ്ക്കകത്ത് കയ്പില്ലാത്തത് കൊണ്ടാണ് ആ മരത്തെ എടുത്ത് അവൻ ആ വെള്ളത്തിൽ ഇട്ടപ്പോൾ. കാരണം തിരുവചനം പറയുന്നു, യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 11 വായിക്കുമ്പോൾ, ഒരു ഉറവയിൽ നിന്ന് കയ്പിനും മധുരത്തിനും ഒരുമിച്ച് പുറപ്പെടുവാൻ കഴിയത്തില്ല. കയ്പ് പറയുന്നവനെ, കയ്പ് ചിന്തിക്കുന്നവനെ ജീവജല നദിയുടെ 7 അയലത്തെ നിനക്കെത്തുവാൻ കഴിയത്തില്ല. നീ വായി തുറക്കുമ്പോൾ നിന്നോട് ഒഴുകേണ്ടത് ജീവജല നദിയാകണമെങ്കിൽ every spirit of bitterness, എല്ലാ കയ്പിന്റെ ആത്മാവും, നിന്റെ അകത്ത് കിടക്കുന്ന സകല കയ്പിന്റെ ആത്മാവും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. പിശാചിനെ ഇടം കൊടുക്കരുത്. എല്ലാ കയ്പുകൾക്ക് ജൂൺ 12-ാം തീയതി പുറത്തു പോകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുറ്റിരിക്കുന്ന 4 പേരെ നോക്കി സ്തോത്രം വിരൽ ചൂണ്ടി പറഞ്ഞാട്ടെ, എല്ലാ കയ്പും പുറത്തു പോകുന്നു. പറ, എല്ലാ കയ്പും പുറത്തു പോകണം. പറഞ്ഞ് എല്ലാ കയ്പും പുറത്തു പോകണം. എല്ലാ കയ്പിനും ടാറ്റ, എല്ലാ കയ്പിനും പൊക്കോ, എല്ലാ കയ്പും വീട്ടിൽ നിന്ന് പുറത്തു പോ. എല്ലാ കോൺവെർസേഷനിൽ നിന്ന് എല്ലാ കയ്പും പുറത്തു പോ. എല്ലാ ആറ്റിറ്റ്യൂഡിൽ നിന്ന് എവരി സ്പിരിറ്റ് ഓഫ് ബിറ്റർനെസ് പുറത്തു പോ. പകരം നിന്നിൽ നിന്ന് പുറത്തു വരേണ്ടത് ജീവജല നദിയാണ്. ചലിക്കുന്ന പ്രാണികളെ ജനിപ്പിക്കുന്ന ജീവജല നദി നിന്നിലൂടെ പുറത്തു വരട്ടെ. കരങ്ങൾ അടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങൾ അടിച്ച് ജനം ദൈവത്തെ സ്തുതിച്ചാടെ. യെസ്, മോശ
കയ്പുള്ളതായ ആ ജലാശയത്തിലേക്ക് ആ മരമിട്ടപ്പോൾ ആ മാറ മധുരമായി തീർന്നു. മാറായെ മധുരമാക്കി തീർക്കുമാവൻ, മാറായെ മധുരമാക്കി തീർക്കുമാവൻ. അതിന് ദൈവം ഈ മോശയെ ഉപയോഗിച്ചത് ആ പാറ. സ്തോത്രമായും സാറേ നിങ്ങൾ എന്നെ പ്രസംഗിച്ച് നിങ്ങൾ സ്തോത്രം പാറയെ കുറിച്ച് പാടുക. കമാൺ ഹല്ലേലൂയ. നമുക്ക് പിന്നെ തോക്കിനകത്ത് കയറി വെടിവെക്കാതെ പിന്നെ വരാം. സ്തോത്രം. മതി ആ മാറയെ മധുരമാക്കി തീർപ്പാൻ മോശയെ ദൈവം കയ്യിലെടുത്തത്. മാറയെ മധുരമാക്കുക മോശയെ ദൈവം കയ്യിലെടുത്തത്. ആ കയ്പിന്റെ വെള്ളത്തിന്മേൽ അവന് ദൈവം അധികാരം കൊടുത്തത്. അവൻ വന്നത് വെള്ളത്തിൽ നിന്നാണ്. യേശുവിൻ നാമത്തിൽ വാട്ടർ സ്പെഷ്യലിസ്റ്റുമാർ ഇന്ന് പകൽക്കാലം ഏതിൽ നിന്നാണോ നീ വന്നത്, അനേക ആയിരങ്ങളെ കയ്പുകളെ മാറ്റുവാൻ ദൈവം ഒരു പ്രത്യേക നിയോഗം നിനക്ക് തരാൻ പോകുന്നെന്ന്. ഹല്ലേലൂയ. ചുറ്റും നിൽക്കുന്ന ജനം കയ്പുള്ളവരായിരിക്കാം. നിന്റെ അങ്കിളിന്, ആന്റിക്ക്, കുടുംബാംഗങ്ങൾക്ക്, സഹോദരങ്ങൾക്ക് നിന്നോട് കയ്പ് ഉണ്ടായിരിക്കാം. പക്ഷെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കട്ടെ, ഈ ദിവസങ്ങൾ അറ്റ്മോസ്ഫിയർ മാറ്റുന്ന ഒരു ശുശ്രൂഷക്കായി, കുടുംബത്തിന്റെ അറ്റ്മോസ്ഫിയർ മാറ്റുന്ന ഒരു ശുശ്രൂഷക്കായി ദൈവത്തിന്റെ നിയോഗം നിന്റെ മേൽ കടന്നു വരുന്നു. എല്ലാ കയ്പിന്റെ ശക്തികളും ഭവനങ്ങളിൽ നിന്ന്, റിലേഷനിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. വാട്ടർ സ്പെഷ്യലിസ്റ്റ്. അന്തരീക്ഷങ്ങൾ മാറുന്നു. കോൺവെർസേഷൻ മാറാൻ പോകുന്നു, ആറ്റിറ്റ്യൂഡുകൾ മാറുവാൻ പോകുന്നു, ബോഡി ലാംഗ്വേജ് മാറുവാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ അതിശയിപ്പാൻ പോകുന്നു. അയ്യോ, ആ പുള്ളി നേരത്തെ എന്നോട് ഇങ്ങനെയല്ല പെരുമാറിയത്, ആ ആന്റി ഇങ്ങനെയല്ല സ്തോത്രം സംസാരിച്ചിട്ടുള്ളത്, ഈ പുള്ളിക്ക് എന്നാ സംഭവിച്ചു? മനസ്സിലാക്കുക, ഇന്ന് പകൽക്കാലമുള്ളതായി ഈ അഭിഷേകത്തിന്റെ നിയോഗത്തോടെ ഹല്ലേലൂയ നീ കടന്നു പോകുമ്പോൾ, നീ കൈവയ്ക്കുമ്പോൾ, നീ സാക്ഷ്യം പറയുമ്പോൾ ഹല്ലേലൂയ മാറാ മധുരമാകുവാൻ വേണ്ടി പോകുന്നു. മാറ മധുരമാകാൻ വേണ്ടി പോകുന്നു. സ്തോത്രം. അതെ, നദിയിലെ വെള്ളം രക്തമായി തീർന്നു. കടലിലെ വെള്ളത്തെ അവൻ വിഭാഗിച്ചു. സ്തോത്രം. കയ്പ് വെള്ളത്തെ അവൻ മധുരമാക്കി തീർത്തു. വീണ്ടും ജനം മുന്നോട്ട് പോകുകയാണ്. സ്പെഷ്യലിസ്റ്റ് ആണോ നീ? സ്റ്റാഗ്നന്റ് അല്ല, നീ മുന്നോട്ട് പോകുകയാണ്. വലത് കരങ്ങളെ മാറുപടി ചേർത്ത് വെച്ച് പറ, ഞാൻ മുന്നേറുകയാണ്. ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, ഞാൻ മുന്നേറുകയാണ്. ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, ഞാൻ മുന്നേറുകയാണ്. ഞാൻ നീ മുന്നേറുകയാണ്. ആത്മീയ ജീവിതം മുന്നേറ്റത്തിന്റെ ജീവിതമാണ്. നിന്നെ സൈലന്റ് ആക്കാൻ ആർക്കും കഴിയത്തില്ല. ഏതെങ്കിലും ലെവലുകളിൽ സാത്താനും പ്രശ്നങ്ങളും നിന്നെ കുറ്റിയടിച്ചെങ്കിൽ ആ കുറ്റി ഇന്ന് പകൽക്കാലം പറയുകയാണ്, നീ മുന്നേറുകയാണ്. നീ മുന്നേറുകയാണ്. അടുത്ത ലെവലിലേക്ക് നീ മുന്നേറുകയാണ്. അടുത്ത അത്ഭുതത്തിലേക്ക്, അടുത്ത നന്മയിലേക്ക്, അടുത്ത പ്രമോഷനിലേക്ക്. ആരോടാ പറഞ്ഞേ? അടുത്ത പ്രമോഷനിലേക്ക് നീ മുന്നേറുകയാണ്. അടുത്ത സ്നാനം നിനക്കുള്ളതാണ്. ജൂൺ 25 സ്നാനം നിനക്കുള്ളതാണ്. അടുത്ത ലെവലിലേക്ക് നീ മുന്നേറുകയാണ്. നീ മുന്നേറുകയാണ്. ഇൻ ജീസസ് നെയിം. വേദപുസ്തകം പറയുന്നു, അടുത്ത് ജനം സ്തോത്രം അടുത്ത സ്ഥലത്തെത്തുമ്പോൾ, പുറപ്പാട് പുസ്തകം 17 അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇതാ സ്തോത്രം, വീണ്ടും ജലത്തിന് ദൗർലഭ്യം വന്നു. വീണ്ടും ജനത്തിന് വെള്ളത്തിന് ദൗർലഭ്യം വന്ന് ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലെന്ന് മരുഭൂമിയിൽ നിലവിളിക്കുകയാണ്. നേരത്തെ വെള്ളം ഉണ്ടായിരുന്നു, കയ്പ് വെള്ളം. പക്ഷെ ഇപ്പോൾ ഇതാ കുടിപ്പാൻ വെള്ളമില്ല എന്ന് പറഞ്ഞ് അവരിതാ സ്തോത്രം ദൈവത്തോടും മോശയോടും, പ്രത്യേകിച്ച് മോശയോട് പിറുപിറുക്കുമ്പോൾ തിരുവചനം പറയുന്നു, there was a flint rock. അവിടെ ഒരു തീക്കൽ പാറയുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞാട്ടെ, എന്തോ പറയാണ്? തീക്കൽ പാറയുണ്ടായിരുന്നു. തീക്കൽ പാറ. കിണർ കുഴിച്ചിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. കിണർ കുഴിച്ചിട്ടുള്ള, മറ്റുള്ളവരെ വീട്ടിലല്ല, സ്വന്തമായി കിണർ കുഴിച്ചിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. കിണർ കുഴിച്ചിട്ടുള്ളവർ കിണർ കുഴിച്ചു പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ പാറയുണ്ടാകും. പാറയുള്ളപ്പോൾ വിവരമുള്ളതായ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ, മേസന്മാരാണെങ്കിൽ അവർ പറയും, ഈ പാറ പൊട്ടിച്ചാൽ അതിനകത്ത് വെള്ളമുണ്ടാകും. പാറ പൊട്ടിച്ച് വെള്ളം കണ്ടെങ്കിൽ മക്കളെ ഒരു കാലത്തും ആ വെള്ളം വറ്റത്തില്ല. കമോൺ, ആരോടാ ഞാൻ പറഞ്ഞേ? പാറ പൊട്ടിച്ച് വെള്ളം ഉണ്ടായാൽ ഒരു കാലത്തും ആ വെള്ളം വറ്റത്തില്ല. പക്ഷെ തീക്കൽ പാറയുടെ തീക്കൽ പാറയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു കാരണവശാലും തീക്കൽ പാറയിൽ, ഫ്ലിന്റ് റോക്കിൽ വെള്ളം ഇല്ല. ഹോരേബിൽ അവർ വന്നതായ സമയത്ത് വെള്ളമില്ലാത്ത പാറയുടെ അരികിൽ വെച്ചാണ് അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് വെള്ളമില്ല, ഞങ്ങൾക്ക് വെള്ളമില്ല, ഞങ്ങൾക്ക് വെള്ളമില്ല. എന്നാൽ സ്തോത്രം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനായ ദൈവം
അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. മനുഷ്യനും നരകവും എവിടെ നോ പറയുന്നു, അതിന് എല്ലാറ്റിനെയും യെസ് ആക്കുന്നവനായ ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ താക്കോൽ എടുത്തോ. നിന്റെ താക്കോൽ, അവൻ്റെ താക്കോൽ എന്ന് പറയുന്നത് അവൻ്റെ വടിയാണ്. ഐ എം സോറി, അത് ദൈവത്തിൻ്റെ വടിയാണ്. മോശേ, നീ എന്നോട് സ്തോത്രം അതെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, നീ ആ വടിയെടുത്ത് ആ പാറയെ ഒന്ന് അടിക്ക്. ആ പാറയെ നീ ഒന്ന് അടിക്കുമ്പോൾ ഇതാ വെള്ളം പുറപ്പെടുവാൻ വേണ്ടി പോകുന്നു. കേട്ടവർ ആമേൻ പറഞ്ഞാടെ. അർത്ഥം ഇതാണ്, സ്തോത്രം തീക്കൽ പാറയാണ്, വെള്ളം പുറപ്പെടാൻ സാധ്യതയില്ല, ഒരു സാധ്യതയുമില്ല. നിന്റെ ഓഫീസിൽ ഒരു സാധ്യതയും കാണത്തില്ല, നിന്റെ ബിസിനസ്സിൽ ഒരു സാധ്യതയും കാണത്തില്ല, നിന്റെ സാഹചര്യത്തിൽ യാതൊരു തരത്തിലുള്ള സാധ്യതകളും ഉണ്ടാകത്തില്ല. പക്ഷെ മനസ്സിലാക്ക്, അവിടെ ഇതാ പാറയുടെ അരികിൽ നിങ്ങൾ ഓരോ പേപ്പർ ഗ്ലാസും എടുത്ത് അല്ലെങ്കിൽ ഓരോ ഗ്ലാസും എടുത്ത് ക്യൂ ആയി നില്ല് എന്നല്ല ദൈവം പറഞ്ഞത്. 4 ബക്കറ്റ് എടുത്തോ എന്നല്ല, 4 ബക്കറ്റ് എടുത്തോ എന്നല്ല സ്തോത്രം ദൈവം പറഞ്ഞത്. നോക്കണമേ, സ്തോത്രം പകരം കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്. അതെ, സ്തോത്രം കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്. കേൾക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, സ്തോത്രം അതെ, ജനം എൻ്റെ മുൻപിൽ, ഓ സ്തോത്രം അതെ, ഇങ്ങനെയാണ് കർത്താവ് പറഞ്ഞത്, ഈ പാറയിൽ നിന്ന് ഞാനിതാ വെള്ളത്തെ പുറപ്പെടുവിക്കാൻ വേണ്ടി പോകുന്നു. പ്രാർത്ഥിച്ചിരുന്നാടെ, ഈ പാറയിൽ നിന്ന് ഞാനിതാ വെള്ളത്തെ പുറപ്പെടുവിപ്പാൻ വേണ്ടി പോകുന്നു. വിശ്വസിച്ചോട്ടെ, എവിടെയാണോ പിശാച് അടച്ച് ഇട്ടിരിക്കുന്നത്, നൂറ്റാണ്ടുകളായി അടഞ്ഞു കിടന്നതിനെ ദൈവം തുറക്കുകയാണ്. നൂറ്റാണ്ടുകളായി അടഞ്ഞു കിടന്നതിനെ, കമാൻ സ്തോത്രം, തറവാടുകൾ നോക്കി ഇന്ന് പകൽ ഞാൻ പ്രവചിക്കട്ടെ, നിന്റെ വലിയപ്പച്ചന്മാരുടെ ഒക്കെ കാലത്ത് അടഞ്ഞു കിടക്കുന്നതായ സകല ശാപമണ്ഡലങ്ങൾ അനുഗ്രഹങ്ങൾക്കായി തുറക്കാം, വിടുതലുകൾക്കായി തുറക്കാം. യേശുവിന്റെ നാമത്തിൽ വിടുതലുകൾക്കായി തുറക്കാം. നൂറ്റാണ്ടുകളായി അടഞ്ഞു കിടക്കുന്ന സകല മണ്ഡലങ്ങൾ യേശുവിൻ നാമത്തിൽ വിടുതലനായി തുറന്നു വരാം. ആത്മമണ്ഡലത്തിൽ ഒരു പോരാട്ടം ഇന്ന് പകൽക്കാലം ഞാൻ കാണുകയാണ്. ഇന്ന് പകൽക്കാലം ആരാധിച്ചു ജനമൊന്ന് വിടുതൽ ഏറ്റെടുത്താട്ടെ. കരങ്ങൾ അടിച്ചു, വാ തുറന്ന്, കമാൻ ഹല്ലേലൂയ. 2 മിനിറ്റ് വായി തുറന്ന് വീട്ടിലായിരിക്കുന്നവർ ആരാധിച്ച് തുറക്കുന്നു. ഗ്ലാസിന്റെ അളവിലല്ല, ബക്കറ്റിന്റെ അളവിലല്ല. തിരുവചനം പറയുന്നു, സ്തോത്രം അതെ, വെള്ളമില്ല കർത്താവ് എന്ന് പറഞ്ഞപ്പോ ആ തീക്കൽ പാറയിൽ നിന്ന് വെള്ളമില്ല കർത്താവ് എന്ന് പറഞ്ഞപ്പോ ഇതാ നദി പുറപ്പെടുവിച്ച ദൈവം. തീക്കൽ പാറയിൽ നിന്ന് നദിയെ പുറപ്പെടുവിച്ച ദൈവം. ഹല്ലേലൂയ. 3 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, ചിലത് പുറപ്പെടുകയാണ്. പെട്ടെന്ന് പറ. ചിലത് പുറപ്പെടുകയാണ്, പലത് ആരംഭിക്കുകയാണ്. ആരടിച്ചപ്പോ വാട്ടർ സ്പെഷ്യലിസ്റ്റ് ഉണർവുകൾ ആരംഭിക്കട്ടെ, സഭാ വളർച്ചകൾ ആരംഭിക്കട്ടെ, അടുത്ത ചലനങ്ങൾ ആരംഭിക്കട്ടെ. ഇവിടെ ഒന്നും നടക്കത്തില്ലെന്ന് പിശാച് വെല്ലുവിളിച്ച് അടച്ചിട്ടപ്പോൾ ഹല്ലേലൂയ, നദികൾ, ഉണർവിന്റെ നദികൾ പുറപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു വെളിപ്പാട് കൂടെ പറയട്ടെ, ഒരു വെളിപ്പാട് വരെ കേൾക്കണമെന്ന് പറയുന്നവർ കരങ്ങളെ ചൊലിപ്പിച്ചാണ്. പുറപ്പാട് 17 ദൈവം പറഞ്ഞു, വടിയെ എടുത്ത് പാറയിൽ അടിക്കുക. എന്നാൽ സംഖ്യാപുസ്തകം 20 ദൈവം പറയുന്നു, അടിക്കണ്ട, നീ പറഞ്ഞാൽ മതി. വടി ചെതല് പിടിച്ചത് കൊണ്ടല്ല ദൈവം പറഞ്ഞത്. കാരണം മോശെ, നീ നടക്കുന്നത് അക്ഷരത്തിലല്ല, ഓ കമാൺ, നീ നടക്കുന്നത് മഹത്വത്തിലാണ്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? നീ നടക്കുന്നത് അക്ഷരത്തിലാണെങ്കിൽ ആദ്യെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആരാമേൻ പറഞ്ഞു എന്നെ കണ്ടിട്ട് പോകണം കേട്ടോ. സ്തോത്രം. ആ നാമേൻ പറഞ്ഞു, ഈ പ്രസംഗം 100 പ്രാവശ്യം അടുത്തയാഴ്ച എംബോസിഷൻ എഴുതിയിട്ട് എന്നെ സ്തോത്രം അടുത്ത ആരാധനയ്ക്ക് വരാവോ, ഈ പ്രസംഗം മുഴുവൻ. സ്തോത്രം. നോക്കണമേ, അപ്പൊ അക്ഷരത്തിൽ നടക്കുന്നവനാണെങ്കിൽ ഒരു വ്യത്യാസമില്ല. പക്ഷെ മഹത്വത്തിൽ നടക്കുന്നവനാണെങ്കിൽ, ലെസ് എഫർട്ടായിരിക്കും, ഗ്രേറ്റ് റിസൾട്ട് ആയിരിക്കും. ആഹാ,
മഹത്വം വർദ്ധിച്ചാൽ എഫർട്ട് കുറയും, റിസൾട്ട് കൂടും. അയ്യോ അമാൻ, ഹല്ലേലൂയ. മഹത്വത്തിൽ വസിച്ചാൽ എഫർട്ട് കുറയും, റിസൾട്ട് കൂടും. റിസൾട്ട് കൂടും. എക്സാം എഴുതുന്ന കുട്ടികളെ നോക്കി പറ, മക്കളെ മാർക്ക് കൂടുന്ന ദിവസങ്ങളായത്, ഗ്രേഡ് കൂടുന്ന ദിവസങ്ങളായത്, റിസൾട്ട് കൂടുന്ന ദിവസങ്ങളായത്, ആത്മാക്കൾ വർദ്ധിക്കുന്ന ദിവസങ്ങളായത്. വിശ്വസിക്കുന്നവർ മാത്രം സ്തോത്രം പറഞ്ഞാൽ മതി, ബാക്കിയുള്ളവർക്ക് ബൈ. ഹല്ലേലൂയ. സോ തീക്കൽ പാറയിൽ നിന്ന് വെള്ളം ഇതാ പുറപ്പെടുകയാണ്. സ്തോത്രം. യോശുവയോ ഹൂരോ അഹരോനോ മിര്യാമോ അവരല്ല. സ്തോത്രം. മോശെ നീ അടിക്കുക, കാരണം നീയാണ് വാട്ടർ സ്പെഷ്യലിസ്റ്റ്. നീയാണ് വാട്ടർ സ്പെഷ്യലിസ്റ്റ്. ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, വാട്ടർ സ്പെഷ്യലിസ്റ്റ്. ഇംഗ്ലീഷ് മീഡിയം അല്ലാത്തവർ പറഞ്ഞാട്ടെ, വെള്ളത്തിൻ്റെ സ്പെഷ്യലിസ്റ്റ്. പറഞ്ഞാട്ടെ, വെള്ളത്തിൻ്റെ സ്പെഷ്യലിസ്റ്റ്, വാട്ടർ സ്പെഷ്യലിസ്റ്റ്. സ്തോത്രം. കാരണം വന്നത് വെള്ളത്തിൽ നിന്നാണ്. വെള്ളത്തിൽ നിന്ന് വന്നവൻ, സ്തോത്രം, അത് ആരംഭിച്ചത് വെള്ളത്തെ രക്തമാക്കിയാണ്. വെള്ളത്തിൽ നിന്ന് വന്നവൻ വെള്ളത്തെ വിഭാഗിച്ചു. വെള്ളത്തിൽ നിന്ന് വന്നവൻ കയ്പിനെ മധുരമാക്കി. വെള്ളത്തിൽ നിന്ന് വന്നവൻ തീക്കൽ പാറയിൽ നിന്ന് വെള്ളത്തെ പുറപ്പെടുവിച്ച്. തീക്കൽ പാറയിൽ നിന്ന് വെള്ളത്തെ പുറപ്പെടുവിച്ച്. പക്ഷേ ഈ പുള്ളി ഈ മഹത്വത്തിൻ്റെ ശുശ്രൂഷയുമായി എവർ ഇൻക്രീസിങ് ഗ്ലോറിയിൽ മുന്നേറുമ്പോൾ, ആരെങ്കിലും എഴുതിയെടുക്കണേ, എവർ ഇൻക്രീസിങ് ഗ്ലോറി. എന്തോ ഗ്ലോറിയാണ്? എവർ ഇൻക്രീസിങ് ഗ്ലോറി. സ്റ്റാഗ്നൻ്റ് അല്ല, പകരം സ്തോത്രം ഭയങ്കര മുന്നേറ്റത്തിൻ്റെ മഹത്വത്തിൽ യവൻ മുന്നേറുന്നതായ സമയത്ത് ഈ പുള്ളി 2 വട്ടം ഉപവസിച്ചു കേട്ടോ. 2 വട്ടം 40 ദിവസം ഉപവസിച്ചു. 2 വട്ടം 40 ദിവസം ഉപവസിച്ചു. പുള്ളി കഴിക്കാതെ മാത്രമല്ല ഉപവസിച്ചത്, വെള്ളം കുടിക്കാതെയും പുള്ളി ഉപവസിച്ചു. പുറപ്പാട് 34:28 പറയുന്നു, 2 വട്ടവും മോശ ഉപവസിച്ചപ്പോൾ അവൻ ആഹാരം കഴിച്ചതുമില്ല, അവൻ വെള്ളം കുടിച്ചതുമില്ല. ഒരിക്കൽ കൂടെ, അവൻ ആഹാരം കഴിച്ചതുമില്ല, സ്തോത്രം, അതെ, അവൻ വെള്ളം കുടിച്ചതുമില്ല. എക്സ്ക്യൂസ് മീ, ലൂക്കോസ് 4:1, മത്തായി 4:1 വായിക്കുമ്പോൾ 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു. 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു. യേശുവിനെ ദാഹിച്ചു എന്നല്ല ബൈബിൾ പറയുന്നത്, യേശുവിന് വിശന്നു. സോ മോസ്റ്റ് ഓഫ് ദ തിയോളജി ഇങ്ങനെ പറയും, കർത്താവ് വെള്ളം കുടിച്ചാണ് ഉപവസിച്ചത്. സ്തോത്രം. എന്നാൽ മോശയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഏതോ ഡയറ്റീഷ്യൻ എന്നെ കണ്ണുരുട്ടി കാണിക്കുന്നുണ്ടായിരിക്കും. പുള്ളിയുടെ കിഡ്നി അടിച്ചു കാണും. പുള്ളിയുടെ 120-ാമത്തെ വയസ്സിലും പുള്ളി കണ്ണട വെച്ചതില്ല, ഒന്നും അടിച്ചു പോയില്ല. കാരണം പുള്ളി ജീവിച്ചത്, സ്തോത്രം, ടി വിയുടെ മുമ്പിലല്ല. പുള്ളി ജീവിച്ചത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സാന്നിധ്യം. യെസ്, നിങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് സ്തോത്രം. അതേ തിരുവചനം പറയുന്നു, അവൻ അവിടെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും യഹോവയോട് കൂടെ ആയിരുന്നു. അവൻ 10 കൽപ്പനയായ നിയമത്തിൻ്റെ വചനങ്ങളെ പലകയിൽ എഴുതി കൊടുത്തു. ദൈവം തൻ്റെ ഓൺ ഹാൻഡ് റൈറ്റിങ്ങിൽ മോശയ്ക്ക് എഴുതി കൊടുത്തു. മൈക്കൽ ആഞ്ചലോയുടെ ഹാൻഡ് റൈറ്റിംഗ് അല്ല, സ്തോത്രം. അതെ, ലിയാനോ ഡാവിഞ്ചിയുടെ ഹാൻഡ് റൈറ്റിംഗ് അല്ല, മറ്റേ മഹാകവി പട്ടം കിട്ടിയവരുടെ, സർവശക്തനായ ദൈവത്തിൻ്റെ, എൽ ഷഡായ്, എൽ എലിയോൻ, ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്, അവൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശ കണ്ട്. സ്തോത്രം. അവൻ വെള്ളം കുടിക്കാതെ ഉപവസിച്ചു. അരേ ബാപ്പരേ കിത്തന സുന്ദര, ബാക്കി എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. സ്തോത്രം. എങ്ങനെ വെള്ളം കുടിക്കാതെ ഇത്രയും ദിവസം, സ്തോത്രം, അതേ മോശിക്കിരിക്കാൻ കൊണ്ട് കഴിയുന്നത്? അതെ, പുള്ളി ചില്ലറക്കാരനല്ല കേട്ടോ, പുള്ളി ഒരു വാട്ടർ സ്പെഷ്യലിസ്റ്റാണ്. പുള്ളി ചില്ലറക്കാരനല്ല കേട്ടോ, പുള്ളി വെള്ളത്തെ രക്തമാക്കും. പുള്ളി ച എന്ന് പറയുമ്പോൾ കടൽ വിഭാഗിക്കപ്പെടും. പുള്ളി കയ്പ് വെള്ളത്തെ മാറായെ മധുരമാക്കും. പുള്ളി, സ്തോത്രം, അതെ, അടിച്ചാലും പറഞ്ഞാലും പാറയിൽ നിന്ന് വെള്ളം പുറത്തു വരും. പോരെങ്കിൽ പുള്ളി വാട്ടർ സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ട് ആ വെള്ളത്തെ ജയിച്ച ഒരു അതോറിറ്റി ഉണ്ട്. പുള്ളി പറയും, വെള്ളമില്ലാതെ ഞാൻ 40 ദിവസം ഉപവസിക്കും. ഒരിക്കലായിരുന്നേ നമുക്ക് പറയാമായിരുന്നു, അത് ഇൻസിഡൻ്റ് ആയിരുന്നു ബ്രദർ, ഇൻസിഡൻ്റ് ആയിരുന്നു. എന്നാൽ വേദപുസ്തകത്തിൽ ഒരു ഇൻസിഡൻറ്റുമില്ല, ഒരു ആക്സിഡൻറ്റുമില്ല. എല്ലാം പ്രീ ഡെസ്റ്റിൻഡ് ആണ് ബ്രദർ, എല്ലാം പ്രീ ഡെസ്റ്റിൻഡ് ആണ് സിസ്റ്റർ. അതെ, സ്തോത്രം.
ഓ കമാൻ 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 കമാൻ. 2-3 സാക്ഷികളാൽ ഏതൊരു കാര്യം ഉറപ്പാക്കാം. 2 വട്ടം വെള്ളം കുടിക്കാതെ മോശ ദൈവസന്നിധിയിൽ ഉപവസിച്ച്. അതുകൊണ്ട് സ്തോത്രം, അവൻ്റെ ലൈഫ് നോക്ക്. അവൻ ഇറങ്ങുന്ന മോശയല്ല, പകരം ദൈവത്തിൻ്റെ കൃപയാൽ അവൻ കയറുന്ന മോശയാണ്. 5 പുസ്തകം മോശയാണ് എഴുതിയത്. 10 കൽപ്പന കർത്താവ് എഴുതി കൊടുത്തത് അവനാണ്. ഒരു ക്ഷീണവും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. അവന് 120-ാമത്തെ വയസ്സിലും സ്തോത്രം മോശ കയറുകയാണ്. ഞാൻ വീണ്ടും പറയട്ടെ, അവൻ്റെ ആരംഭത്തെക്കാൾ അവൻ്റെ അവസാനം ഒത്തിരിയും നല്ലതാണ്. അവനൊരു വാട്ടർ സ്പെഷ്യലിസ്റ്റ്. അവൻ്റെ ആരംഭത്തെക്കാൾ അവൻ്റെ അവസാനം ഒത്തിരിയും നല്ലതാണ്. വളരെ ശ്രദ്ധിക്കുക. മറ്റൊരു ആംഗിളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോകുകയാണ്. ദൈവദാസന്മാരെ ദൈവം ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ, ദൈവദാസിമാരെ ദൈവം ഉപയോഗിക്കുമ്പോൾ, അയ്യോ എന്തൊരു മഹത്വം, എന്തൊരു ദൂതായിരുന്നു, എന്തൊരു ശക്തിയായിരുന്നു, എന്തൊരു പകർച്ചയായിരുന്നു, എന്തൊരു കീബോർഡായിരുന്നു, എന്തൊരു പാട്ടായിരുന്നു, എന്തൊരു വർഷിപ്പായിരുന്നു, എന്തൊരു ശബ്ദമായിരുന്നു, എന്തൊരു ബഹളമായിരുന്നു, എക്സെട്രാ എക്സെട്രാ എക്സെട്രാ. നമുക്ക് എന്തെല്ലാം വിവരണമാണ് അതേ സ്തോത്രം നമുക്ക് പറവാന്തക്കൊണ്ടാൻ കഴിയുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ വെള്ളത്തെ ഒരുവൻ അതേ രക്തമാക്കി, വെള്ളത്തെ ഒരുവൻ വിഭാഗിച്ച് രാജവീതി ഉണ്ടാക്കി, കയ്പ് വെള്ളത്തെ അവൻ മധുരമാക്കി തീർത്തു. പാറയിൽ നിന്ന് അവൻ നദിയെ പുറപ്പെടുവിച്ചു. വെള്ളം കുടിക്കാതെ അവൻ ഉപവസിച്ച് അവനൊരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയാലോ എന്ന് മലയാളിയായ ഞാൻ ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ എൻ്റെ അറ്റൻഷൻ പഴയ നിയമത്തിലെ മോശയിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവന്ന, പഴയ നിയമത്തിലെ മോശയിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് അറ്റൻഷൻ കൊണ്ടുവന്നിട്ട് സ്തോത്രം, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, അവൻ വെള്ളത്തിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. ഓക്കെ, സംഭവം ശരിയാണ്. പക്ഷെ ഇവിടെ പുതിയ നിയമത്തിൽ ഒരുവന് നോക്ക്, അവൻ വെള്ളത്തെ വീഞ്ഞാക്കി. മറ്റവൻ മോശ വെള്ളത്തെ രക്തമാക്കി, യവൻ വെള്ളത്തെ വീഞ്ഞാക്കി. തീർന്നില്ല, ശ്രദ്ധിക്ക്. മറ്റവൻ വെള്ളത്തെ രക്തമാക്കി. ഈ പുതിയ നിയമത്തിൻ്റെ വലിയവൻ അവൻ വെള്ളത്തെ വീഞ്ഞ് മാത്രമല്ല ആക്കിയത്, വെള്ളത്തെ വീഞ്ഞാക്കിയവൻ വെള്ളത്തിന് മുകളിലൂടെ നടക്കുകയാണ്. ഓ, നിങ്ങൾ കേട്ടില്ല? വെള്ളത്തെ വീഞ്ഞാക്കിയ ശേഷം വെള്ളത്തിന് മുകളിൽ നടക്കുകയാണ്. വെള്ളത്തെ വീഞ്ഞാക്കി അവൻ വെള്ളത്തിന് മുകളിൽ നടന്നത് കൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് പറഞ്ഞത്, അവൻ മോശയിലും വലിയവൻ. ഓ ഓ ഗ്ലോറി, ഓ ഗ്ലോറി. ഇന്ന് രാവിലെ ഞാൻ സുഹൃത്തിനെ, എൻ്റെ പാരൻസിനെ കാണാൻ വേണ്ടി പോയപ്പോൾ സുഹൃത്തിനോട് ഐ എം സോ എക്സൈറ്റഡ് ടുഡേ. കാരണം ഇത് അക്ഷരമല്ല, ഇത് ആത്മാവാണ്. പരിശുദ്ധാത്മാവ് പറഞ്ഞു, സ്തോത്രവൻ മോശയിലും വലിയവൻ. എൻ്റെ കർത്താവ് പഴയ നിയമ വിശുദ്ധന്മാരെക്കാൾ വലിയവൻ. ഓ, എൻ്റെ കർത്താവ് ഏത് അടയാളങ്ങളെക്കാൾ വലിയവൻ. ആമേൻ പറ. എൻ്റെ കർത്താവ് ഏത് അത്ഭുതങ്ങളെക്കാൾ വലിയവൻ. അവൻ നിന്റെ അന്യഭാഷയേക്കാൾ വലിയവൻ. അവൻ നിന്റെ ഉപദേശത്തെക്കാൾ വലിയവൻ. അവൻ നമ്മുടെ പ്രസംഗത്തെക്കാൾ വലിയവൻ. ഓ, പറഞ്ഞാട്ടെ നിങ്ങൾ വലിയവനെന്ന് പറയാൻ ഞാൻ ഒരു ലിസ്റ്റ് പറയാം. ഞാൻ ഒരു ലിസ്റ്റ് പറയാം. നിങ്ങൾ വലിയവനെന്ന് പറഞ്ഞോട്ടെ. അവൻ നമ്മുടെ ഉപദേശത്തെക്കാൾ വലിയവൻ. അതെ, അവൻ നമ്മുടെ അവസരത്തെക്കാൾ വലിയവൻ. അവൻ നമ്മുടെ പ്ലാറ്റ്ഫോമിനേക്കാൾ വലിയ, അവൻ നമ്മുടെ ഫ്രണ്ട് സർക്കിളിനേക്കാൾ, അവൻ നമുക്ക് തുറക്കുന്ന വാതിലുകളേക്കാൾ വലിയവൻ. അവൻ നമ്മുടെ ജീവിതത്തിൽ കാണിച്ചതിനേക്കാൾ വലിയവൻ. അവൻ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കാണിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാൾ, അവൻ നാളെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നതിനേക്കാൾ വലിയവൻ. എൻ്റെ കർത്താവിനെ പോലെ തുല്യമായി വേറെ ആരും ഇല്ല. തെളിയിക്ക്. യേശുവിന് തുല്യമായി വേറെ ആരും ഇല്ല. അവൻ 10,000-ങ്ങളിൽ അതിസുന്ദരൻ. ഓ, അവൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ. കമാൻ, യേശുവിനെ ഉയർത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. കമാൻ, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ
ഉയർത്തപ്പെട്ടാൽ എല്ലാവരെ എങ്കിലേക്ക് ആകർഷിക്കുക. പ്രാസിംഗനെ നീ ഉയർത്തേണ്ടത് പ്രസ്ഥാനത്തെ അല്ല, നിന്റെ പ്ലാറ്റ്ഫോമിനെ അല്ല, മറ്റേ അമ്മാമയും ഇവിടത്തെ അച്ചാച്ചനെയും അല്ല നീ ഉയർത്തേണ്ടത്. പരിശുദ്ധാത്മാവുള്ളവനെ ഉയർത്തുന്നത് യേശുവിനെ ആയിരിക്കും അവനെ ഉയർത്തുന്നത്. പരിശുദ്ധാത്മാവുള്ളവനെ ഉയർത്തുന്നത് പ്രസ്ഥാനത്തെയും അവസരത്തെയും കോൺഫറൻസിനെയും സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും അല്ല ഉയർത്തുന്നത്. അവരെല്ലാം ഒരു ദിവസം ചാകും, എന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഹല്ലേലൂയ. കമോൺ, കമോൺ. യേശുവിനെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നവർ കരങ്ങളെ അടിച്ച് അല്പനേരം ദൈവത്തെ സ്തുതിച്ച്. ആഹാ, 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 ആഹാ. ആരൊക്കെ എന്നെ കളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെയോ പ്രാസിംഗന്മാര് റവറണ്ടന്മാര് എന്നെ കളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അവരിങ്ങനെയാ പറഞ്ഞ, ഓ യേശുവിനെ ഉയർത്തുന്നു പോലും യേശു അങ്ങ് വീണ് കിടക്കുകയല്ലയോ, ഓ യേശുവിനെ അവനെ ഉയർത്തുന്നു പോലും യേശു അങ്ങ് വീണ് കിടക്കുകയല്ലോ. എടോ, ഞാൻ ഒരു കാര്യം പറയട്ടെ, യേശുവിനെ ഉയർത്തുന്നവനെ താഴ്ത്തുവാൻ, യേശുവിനെ ഉയർത്തുന്നവനെ താഴ്ത്തുവാൻ ആർക്കും കഴിയത്തില്ല. യേശുവിനെ ഉയർത്തുന്നവനെ താഴ്ത്തുവാൻ, യേശുവിനെ ഉയർത്തുന്നവനെ മിണ്ടാതാക്കുവാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ അൺസ്റ്റോപ്പബിൾ എന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ എന്നെ തടവാൻ ആർക്കും കഴിയത്തില്ല എന്നാർക്കെങ്കിലും തോന്നുന്നെങ്കിൽ, കമാൻ, നിന്റെ സാക്ഷ്യത്തിലൂടെ, നിന്റെ പാട്ടിലൂടെ, നിന്റെ എഴുത്തിലൂടെ, നിന്റെ ശുശ്രൂഷയിലൂടെ ഓ യേശുവിന്റെ നാമത്തെ ഉയർത്തിയാട്. തിരുവചനം പറയുന്നു, സ്തോത്രം, അവൻ വെള്ളത്തെ വീഞ്ഞാക്കിയ ശേഷം അവൻ വെള്ളത്തിൻ മുകളിൽ നടക്കുകയാണ്. അവൻ വെള്ളത്തിൻ മുകളിൽ നടന്നത് എല്ലാം ശാന്തമായിരുന്നപ്പോഴല്ല. ആരും കേട്ടില്ല. അവൻ വെള്ളത്തിന് മുകളിൽ നടന്നത് എല്ലാം ശാന്തമായിരുന്നപ്പോഴല്ല. കാറ്റടിച്ചപ്പോൾ, തിരമാല പൊങ്ങിയപ്പോൾ, കടലിന് മുകളിൽ ഒരുവനിതാ നടക്കുകയാണ്. തിരമാലകൾ നിറഞ്ഞിരിക്കുന്ന ഈ ദിവസങ്ങളിൽ, പോരാട്ടം മറ്റൊരു ദിശയിൽ തുടങ്ങിയിരിക്കുന്ന ഈ ദിവസങ്ങളിൽ, വൈതരണികൾ വന്നിരിക്കുന്ന ഈ ദിവസങ്ങളിൽ, ഒരുവൻ ഈ ദിവസത്തിൽ ഒരുവൻ നിനക്ക് വേണ്ടി ഇറങ്ങി നടക്കുന്നുണ്ട്. ദുർഭൂതമല്ല നടക്കുന്നത്, മന്ത്രവാദമല്ല നടക്കുന്നത്. That sea walker, oh, that sea walker is walking for you. ഓ മൈക്കൽ ജാക്സൺ മൂൺ വാക്കറെങ്കിൽ യേശു കർത്താവ് സീ വാക്കറാണ്. സ്തോത്രം. കടലിന് മുകളിൽ നടക്കുന്നവൻ നിനക്ക് വേണ്ടി നടക്കുന്നുണ്ട്. നിന്റെ കുട്ടിക്ക് വേണ്ടി, നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി. ഓ കാറ്റിനെ തടഞ്ഞുകൊണ്ട്, പോരാട്ടത്തിന്റെ കാറ്റിനെ തടഞ്ഞുകൊണ്ട് യേശു കർത്താവ് അതേ സ്തോത്രം നടക്കുന്നുണ്ട്. എത്ര പേര് വിശ്വാസത്തിൽ കാണുന്നു? യേശുവിൻ നാമത്തിൽ ആ പോരാട്ടത്തെ തടയുന്ന യേശു, കോട്ട കെട്ടി ആ പോരാട്ടത്തെ തടയുന്ന യേശു, ആ പോരിനും നിനക്ക് മധ്യത്തിൽ അവരിതാ ഇറങ്ങി നടക്കുകയാണ്. ആ പോരിനും നിനക്ക് മധ്യത്തിൽ യേശു ഇറങ്ങി നിന്നവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ അധരങ്ങളെ തുറന്ന് ആരാധിക്കുക. അവൻ ഇറങ്ങി നടക്കുകയാണ്. പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചത്, അവൻ ഇറങ്ങി നടക്കുമ്പോൾ നിനക്കെതിരെ ഉയരുന്ന തിരമാലകളെ ചവിട്ടി താഴ്ത്തി നിനക്കെതിരെ ഉയരുന്ന തിരമാലകളെ ചവിട്ടി താഴ്ത്തി യേശു നടക്കുകയാണ്. നിനക്കെതിരെ ഉയരുന്ന തിരമാലകളെ ചവിട്ടി താഴ്ത്തി യേശു നടക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന 3 പേരെ തൊട്ടൊന്ന് വേഗത്തിൽ പറഞ്ഞാട്ടെ. ആ തിരമാല നിങ്ങളെ തൊടുകയില്ല. പെട്ടെന്ന് പറഞ്ഞേ, ആ തിരമാല നിങ്ങളെ മോത്തോക്കി പറ. ആ തിരമാല നിങ്ങളെ തൊടുകയില്ല. ആ പോരുകൾ നിങ്ങളെ തൊടുകയില്ല. കാരണം അത് ആണിപ്പഴുതുള്ള യേശുവിന്റെ കാൽ കീഴിൽ സ്തോത്രം അത് അമരുകയാണ്. ഈ ദിവസം ഈ ദൂത് നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നീ എന്ന് കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല, എപ്പോൾ കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഈ ദിവസങ്ങൾ നിനക്കൊരു തിരമാലയുണ്ട്. ഈ ദിവസങ്ങൾ നിനക്കെതിരെ പുറപ്പെട്ടിരിക്കുന്ന ചില കൊടുങ്കാറ്റുണ്ട്. എന്നാൽ യഹൂദ ഗോത്രത്തിലെ സിംഹം, that sea walker, നിനക്കായി ഇതാ എഴുന്നേറ്റ് നടക്കുകയാണ്. ആ തിരമാലയെ ചവിട്ടി താഴ്ത്തി, ആ കൊടുങ്കാറ്റിനെ പിടിച്ചു നിർത്തി അവൻ നിനക്ക്
മുൻപായി യേശു കർത്താവിത നിനക്കായി അവൻ നടന്നു തുടങ്ങിയിരിക്കുന്നു. He is the water specialist. He is a water specialist. He is a water specialist. ലോകം കണ്ട ചരിത്രം കണ്ട ഏറ്റവും വലിയ വാട്ടർ സ്പെഷ്യലിസ്റ്റ് നിനക്കായി പുറപ്പെട്ടു കഴിഞ്ഞു. നിങ്ങൾ കേട്ടില്ല? ലോകം കണ്ട ഏറ്റവും വലിയ വാട്ടർ സ്പെഷ്യലിസ്റ്റ് മോശയിലും വലിയവൻ, ദൂതന്മാരെക്കാൾ വലിയവൻ, പ്രവാചകന്മാരെക്കാൾ വലിയവൻ, പഴയ നിയമ വിശുദ്ധന്മാരെക്കാൾ വലിയവൻ നിനക്ക് മുൻപായി ഇതാ നിന്റെ തിരമാലകളെ ശമിപ്പിപ്പാൻ, കൊടുങ്കാറ്റുകളെ അമർച്ച ചെയ്യുവാൻ അവൻ നിനക്ക് മുൻപായി പുറപ്പെട്ടു കഴിഞ്ഞു. He is a water specialist. എന്റെ കർത്താവിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്, ഞാൻ മാത്രം നടന്നാ മതി, എനിക്ക് മാത്രമേ നടക്കാൻ പറ്റത്തുള്ളൂ, എനിക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എനിക്കൊരു പ്രത്യേക കൃപ എൻ്റെ പിതാവ് തന്നിരിക്കുന്നു എന്ന കപടഭക്തിയല്ല കർത്താവ് കാണിച്ചത്. കാരണം ഇത് പുതിയ നിയമമാണ്. എനിക്ക് മാത്രമേ ഇത് പറ്റത്തുള്ളൂ, എനിക്ക് മാത്രമേ സൺഡേ ചെത്താൻ പറ്റത്തുള്ളൂ. നിങ്ങളെങ്ങനെ മിണ്ടാന്നാ മതി, ഞാൻ എന്നോട് പറഞ്ഞേ. സ്തോത്രം. എനിക്ക് മാത്രമേ ഗാർഡ് ഓഫ് ഓണർ സൺഡേ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. മറ്റവരൊക്കെ ഗാർഡ് ഓഫ് ഓണർ ജനുവരി 26 ഓഗസ്റ്റ് 15 വർഷത്തിലൊരിക്കൽ സ്വീകരിക്കുമ്പോൾ നമ്മുടെ കൊച്ചാച്ചന്മാര് സ്തോത്രം അത് എല്ലാ ഞായറാഴ്ചയുമാണ് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു പറയുന്നത്. എനിക്ക് മാത്രമേ നടക്കാൻ പറ്റത്തുള്ളൂ, എനിക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. ആ തലക്കനം പ്രൈഡ് യേശുവിലില്ല. എൻ്റെ കർത്താവിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്, നിങ്ങൾ കേൾക്കുന്നോ? കണ്ണൂർ നോക്ക്. നല്ലൊരു കാര്യം ഞാൻ പറയുമ്പോൾ, എൻ്റെ കർത്താവിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്, അവൻ നടക്കുക മാത്രമല്ല ചെയ്തത്, അവൻ നടന്നങ്ങ് ചെത്തുക മാത്രമല്ല ചെയ്തത്, ഒരു ഓർഡിനറിയെ എക്സ്ട്രാ ഓർഡിനറിയാക്കി അങ്ങ് നടത്തുകയും കൂടെ ചെയ്തു. ഒരു ഓർഡിനറിയെ എക്സ്ട്രാ ഓർഡിനറിയാക്കി അന്നവൻ നടത്തി. എൻ്റെ ബൈബിൾ പറയുന്നു മത്തായി 14 പത്രോസ് നടന്നു. ആരൊക്കെയോ അവനെ മുങ്ങിയതാണ് പ്രസംഗിക്കുന്നത്, നെഗറ്റീവ് പ്രീച്ചേഴ്സ്. എന്നാൽ ഞാൻ ഇന്ന് പകൽ കൊണ്ടുവന്നത്, ദൈവനെ ഏൽപ്പിച്ചത് ഒരു നെഗറ്റീവ് മെസ്സേജ് അല്ല. സ്തോത്രം. ക്രിസ്തു ഉള്ള എല്ലാവന്റെയും മൈൻഡ് നെഗറ്റീവ് മൈൻഡ് അല്ല, ക്രിസ്തു ഉള്ളവന്റെ മൈൻഡ് പോസിറ്റീവ് മൈൻഡാണ്. ഹല്ലേലൂയ. ക്രിസ്തു അതെ സ്തോത്രം. പത്രോസ് മുങ്ങിയത് പറഞ്ഞ ജീവിതം തൊലയ്ക്കാതെ പത്രോസ് നടന്നത് പറയടോ. പത്രോസ് അങ്ങോട്ടും നടന്നു, തിരിച്ചിങ്ങോട്ടും യേശുവിന്റെ കൈ പിടിച്ച് നടന്നു. നിങ്ങൾ കേട്ടില്ല? കാരണം എന്റെ ബൈബിൾ പറയുന്നത്, മുങ്ങിയ പത്രോസിനെ എന്റെ കർത്താവ് എടുത്ത് ഒക്കത്തിൽ വെച്ച് ബാബാബാബൂ കരയല്ലേ എന്ന് പറഞ്ഞല്ല പടകിൽ കയറ്റിയത്. അങ്ങോട്ട് പോയപ്പോ ഇടയ്ക്ക് മുങ്ങി ആരെങ്കിലും ഉണ്ടെങ്കിൽ ബലമുള്ള കൈ കൊണ്ട് പിടിച്ച് 11 ന്യൂസ് ഏജൻസായി തുറച്ചു നോക്കുന്നുണ്ട്. 11 തുറച്ചു നോക്കുമ്പോ, വാ അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്നില്ല, വാ നമുക്ക് ഒരുമിച്ച് നടക്കാം, ആ നടപ്പ് നിന്റെ അയൽവാസികൾ നിന്നിലൂടെ കാണാൻ പോവാ. ആ നടപ്പ് നിന്റെ ദേശവാസികൾ നിന്നിലൂടെ കാണാൻ പോവാ. ആ നടപ്പ് നിന്റെ കൂടെ പഠിച്ചവർ നിന്നിലൂടെ കാണാൻ പോകുകയാണ്. വിശ്വാസമുള്ളവർ ശബ്ദമിട്ട് ആരാധിക്കുക. യേശു കർത്താവ് വെള്ളത്തിലൂടെ നടക്കും. യേശു വെള്ളത്തിലൂടെ നടന്നത് അവസാനത്തെ വെള്ളത്തിന്റെ മോളിക്യൂളും സൃഷ്ടിച്ചത് ചാൾസ് ഡാർവിൻ അല്ല, ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ല, കർത്താവ് യേശുവ. സൃഷ്ടികർത്താവിന് വെള്ളത്തിന് മുകളിലൂടെ നടക്കാം. സൃഷ്ടികർത്താവ് വെള്ളത്തിന് മുകളിലൂടെ നടന്നില്ലെങ്കിലേ അതേ അതിശയമുള്ളൂ. എന്നെ സംബന്ധിച്ച് യേശു വെള്ളത്തിന് മുകളിലൂടെ നടന്നതല്ല അത്ഭുതം. എന്നെപ്പോലും നിന്നെപ്പോലെ മജ്ജിയും മാംസവും കുറച്ച് പേടിയും ഭയവും സംശയവും ഒക്കെ ഉള്ള ഇംപെർഫെക്റ്റ് ദൈവദാസനെ പെർഫെക്റ്റ് ആക്കി ദൈവം നടത്തിയതാണ്.
ഇംപെർഫെക്റ്റ് ദൈവദാസനെ പെർഫെക്റ്റ് ആക്കി ദൈവം നടത്തിയതാണ്. ഇംപെർഫെക്റ്റ് ദൈവപൈതലിനെ പെർഫെക്റ്റ് ആക്കി നടത്തിയതാണ് എന്നെ സംബന്ധിച്ച് അത്ഭുതം. ഹല്ലേലൂയ. 3 പേരെ നോക്കി പറഞ്ഞാട്ട്, അതാണ് കർത്താവിന്റെ കഴിവ്. പെട്ടെന്ന് പറ, അതാണ് കർത്താവിന്റെ കഴിവ്. ഈ സർവീസിനെ പറഞ്ഞു തുടങ്ങിയത് ഞാൻ പറഞ്ഞു നിർത്തട്ടെ. ക്രിസ്തുവിന്റെ കഴിവ് നിന്നിലൂടെ വെളിപ്പെടുന്ന ദിവസങ്ങളാണിത്. കർത്താവിന്റെ കഴിവ്, കർത്താവിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നാട്ടുകാർക്ക് അറിയത്തില്ല. കുറ്റം പറയുന്ന വിവരദോഷികൾക്ക് അറിയത്തില്ല. കർത്താവിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിന്നിലൂടെ ജനം കാണാൻ പോകുന്നതേ ഉള്ളൂ. നിന്റെ എക്സാം ഹാളിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ ജോലിയിൽ, നിന്റെ മക്കളിൽ എക്സെട്രാ എക്സെട്രാ കർത്താവിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിന്നിലൂടെ മറ്റുള്ളവർ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഈ പകൽ ഞാൻ നിർത്തി. യേശു നിന്റെ കൈക്ക് പിടിച്ചിരിക്കുകയാണ്. കൈവിടാത്ത കർത്താവ് നിന്റെ കൈക്ക് ഇതാ മുറുക്കി പിടിച്ചിരിക്കുന്നു. അവൻ നിന്നെ കൈവിടുകയുമില്ല, അവൻ നിന്നെ ഉപേക്ഷിക്കുകയും ഇല്ല. ഓ ഹല്ലേലൂയ. ടീച്ചേഴ്സിന്റെ കഴിവ്, എൻ്റെ മുമ്പിൽ ടീച്ചർമാരുണ്ട്. ടീച്ചേഴ്സിന്റെ കഴിവ് മനസ്സിലാക്കുന്നത് സ്റ്റുഡൻസിന്റെ വിദ്യാർത്ഥികളെ സ്റ്റാൻഡേർഡ് നോക്കിയാണ്. പാസ്റ്റേഴ്സിന്റെ കഴിവ് അതേ നമ്മൾ മനസ്സിലാക്കുന്ന ചർച്ചിന്റെ സൈസ് കണ്ടിട്ടല്ല, വിശ്വാസികളുടെ നിലവാരം നോക്കിയിട്ടാണ്. ഓ കമാൻ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഗുരുവിന്റെ കഴിവ് മനസ്സിലാക്കുന്നത് ശിഷ്യന്മാരുടെ നിറവ് കണ്ടിട്ടാണ്. എന്നതുപോലെ എന്റെ കർത്താവ് പറഞ്ഞു, അസൂയയില്ലാത്ത എന്റെ കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്തതിന്റെ പകുതി നിങ്ങൾ ചെയ്യുമെന്നല്ല, ഞാൻ നടന്നതിന്റെ പകുതി നിങ്ങൾ നടക്കുമെന്നല്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും വാട്ടർ സ്പെഷ്യലിസ്റ്റ്. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതില് അധികം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ 2 കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യുക. ഓ വായി തുറന്ന് കരങ്ങൾ അടിച്ച് ആരാധിക്കുക. അധികം കംഫർട്ട് സോണിൽ ഇരിക്കുന്ന 11 പേർ കാണട്ടെ. യേശു നിന്നെ നടത്തുന്നതൊന്ന് കാണട്ടെ. 1000-10,000 മുങ്ങേണ്ട സ്ഥാനത്ത് തല ഉയർത്തി യേശുവിനോടൊപ്പം നീ നടക്കുന്നത് അവരെന്ന് കാണട്ടെ. ഇതാ ഒരു സ്പെഷ്യലിസ്റ്റ് അല്ല, 2 സ്പെഷ്യലിസ്റ്റ് നടക്കുന്നു. നീ ഓർഡിനറി എന്ന് പറഞ്ഞ തഴഞ്ഞവരുടെ നടുവിൽ എക്സ്ട്രാ ഓർഡിനറിയായി take it receive it എക്സ്ട്രാ ഓർഡിനറിയായി സകലങ്ങളെ ഏറ്റെടുക്കുക. എക്സ്ട്രാ ഓർഡിനറിയായി എക്സ്ട്രാ ഓർഡിനറിയായി എല്ലാ കെട്ടുകൾക്ക് അഴിയാം യേശുവിൻ നാമത്തിൽ. എല്ലാ ശാപങ്ങൾക്ക് പൊട്ടിമാറാം യേശുവിൻ നാമത്തിൽ. എല്ലാ ഭൂതങ്ങൾക്ക് അലറിമാറാം യേശുവിൻ നാമത്തിൽ. ഞങ്ങളൊന്ന് നടക്കാൻ തീരുമാനിച്ച് യേശുവിന്റെ കൈക്ക് പിടിച്ച് ഞങ്ങൾ നടക്കുകയാണ്. കാഴ്ചയാലല്ല വിശ്വാസത്താൽ, കാഴ്ചയാലല്ല വിശ്വാസത്താൽ. ഓരോ സ്റ്റെപ്പും വിശ്വാസത്താൽ, ഓരോ സ്റ്റെപ്പും വിശ്വാസത്താൽ. യേശു നടക്കുക മാത്രമല്ല, അവൻ നടത്തുകയും ചെയ്തു. യേശു നടക്കുക മാത്രമല്ല, അവൻ നടത്തുകയും ചെയ്തു. Come on, praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Fire is falling, fire is falling, fire is falling. അഗ്നി വീഴുന്നു, തീ വീഴുന്നു. ശാപങ്ങൾ അടിഞ്ഞെന്നുള്ള നടപ്പ്, ബന്ധനങ്ങൾ തകർന്നുള്ള ഒരു നടപ്പ്, രോഗങ്ങൾ മാറിയുള്ള ഒരു നടപ്പ്,
നിന്നെ കിടത്താൻ ശ്രമിക്കുന്ന സകല കെട്ടുകൾ അഴിയട്ടെ. ബലഹീനതകൾ വിട്ടുപോകട്ടെ. തടസ്സങ്ങൾ വിട്ടുപോകട്ടെ. പർവ്വതങ്ങൾ സമനിലമാകട്ടെ. നടക്കട്ടെ, നടക്കട്ടെ. ജയത്തോടെ മുന്നേറട്ടെ. താഴേക്കല്ല മേലേക്കും നടന്ന് കയറട്ടെ. കരങ്ങളെ അടിച്ച് ഞാനൊട്ടും പിന്മാറുകില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. കല്ലർച്ചനി ഭാഷയിൽ പാടിക്കേ. ഞാനൊട്ടും പിന്മാറുകില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. പ്രവചിച്ചു പാടിക്കേ. ഞാനൊട്ടും പിന്മാറുകില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ. പ്രതികൂലങ്ങൾ മാറിപ്പോകും. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ. പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെന്റെ മുന്നിൽ ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ലെന്റെ മുന്നിൽ ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറില്ല. വിശ്വാസ ചുവട് മുന്നോട്ട് മുന്നോട്ട്. വാട്ടർ സ്പെഷ്യലിസ്റ്റുമാർ എല്ലാ സ്പെഷ്യലിസ്റ്റുകളും മാറട്ടെ. ഏതിലൊക്കെയോ നീ സ്പെഷ്യലിസ്റ്റ് ആണ്. ഏതൊക്കെ ഏരിയകൾ നീ സ്പെഷ്യലിസ്റ്റ് ആണ്. ഏതൊക്കെ കാര്യങ്ങൾ നീ സ്പെഷ്യലിസ്റ്റ് ആണ്. നീ ഓർഡിനറി അല്ല കുട്ടി. നീ ഓർഡിനറി അല്ല യുവാവേ. നീ ഓർഡിനറി അല്ല യുവതിയെ. നിന്റെ ലേബൽ മാറുന്നു. നിന്റെ ലേബൽ മാറുന്നു. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ. പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെന്റെ മുന്നിൽ വിജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ലെന്റെ മുന്നിൽ ജയം എനിക്കുണ്ട്. ആനന്ദമുണ്ടെന്നും ഞാൻ ഭയപ്പെടില്ല. തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. ആനന്ദമുണ്ടെന്നും ഞാൻ ഭയപ്പെടില്ല. തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനിമേ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനിമേ ഞാൻ ഭയപ്പെടില്ല. ഞാനൊട്ടും പിന്മാറുകില്ല. വിശ്വാസ ചുവടു മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറില്ല. വിശ്വാസ ചുവടു മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല. അധികാരത്തോടെ കൽപ്പിക്കും ഞാൻ. പ്രതികൂലങ്ങൾ മാറിപ്പോകും. അധികാരത്തോടെ ആത്മധർമ്മത്തിലൊന്ന് പാടിക്കേ. പ്രവചന ഗീതങ്ങൾ പുറപ്പെടട്ടെ. പ്രവചന ഗീതങ്ങൾ പുറപ്പെടട്ടെ. അസാധ്യമായില്ല വിജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല വിജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്.
ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ, ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുൻപിൽ, ഇനി ജയം എനിക്കുണ്ട്. യേശുവിന്റെ നാമത്തില് കർത്താവ് ഒറ്റയ്ക്കല്ല നടന്നത്, ഒരു പത്രോസും ചേർന്ന് നടന്നതുപോലെ. യേശു ഞാൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞില്ല, മറ്റൊരുവനെ ഒരു ഓർഡിനറി സ്പെഷ്യൽ ആക്കിയതുപോലെ കോൺഗ്രിഗേഷൻസിനെ നോക്കി, സഭകളെ നോക്കി ഞാൻ പ്രവചിക്കട്ടെ. പാസ്റ്റർ, റവറന്റ്, അപ്പോസ്റ്റൽ, സ്തോത്രം, നീ ഒറ്റയ്ക്കല്ല നടക്കുന്നത്. ഒരു ഗിദെയോന്യ സൈന്യം, ഒരു ഗിദെയോന്യ സൈന്യം, ഒരു ഗിദെയോന്യ സൈന്യം വാഴ്ചകളെ, അധികാരങ്ങളെ, ഈ അന്ധകാരത്തിന്റെ ലോക അധിപതികളെ, സ്വലോകങ്ങളെ, ദുഷ്ടാത്മ സൈന്യത്തെ പരാജയപ്പെടുത്തി, തിരമാലകളെ ചവിട്ടി താഴ്ത്തി, അർത്ഥം വെല്ലുവിളികളെ ചവിട്ടി താഴ്ത്തി, അപവാദങ്ങളെ ചവിട്ടി താഴ്ത്തി, നിറം പിടിച്ച കള്ള കഥകളെ ചവിട്ടി താഴ്ത്തി, ശത്രുവിനെയും പകയനെയും ഇല്ലാതാക്കി, ഇസബേലുകളെ വെട്ടി നിരത്തി, ദൈവകൃപയാൽ നീ മുന്നോട്ടും നടക്കുവാൻ പോകുന്ന, നടക്കാൻ പോവാ, നടക്കാൻ പോവാ, നടക്കാൻ പോവാ, നടക്കാൻ പോവാ, നടക്കാൻ പോവാ, നടക്കാൻ പോവാ. ആരൊക്കെയോ ദരിദ്ര സുവിശേഷം പറഞ്ഞെങ്കിൽ, ആരൊക്കെയോ ദരിദ്ര സുവിശേഷം പറഞ്ഞ നിന്നെ സ്തോത്രം അതേ നെഗറ്റീവ് ആക്കിയെങ്കിൽ, ആരെങ്കിലും പരാജയ സുവിശേഷം പറഞ്ഞ നിങ്ങളെ നിരാശനാക്കിയെങ്കിൽ, തേജസ്സിന്റെ സുവിശേഷം ഞാൻ പറയട്ടെ. തേജസ്സിന്റെ സുവിശേഷം ഇതാണ്. ഏതോ ഏരിയയിൽ ഇൻ ക്രൈസ്റ്റ് നീ ഒരു സ്പെഷ്യലിസ്റ്റ് ആണ്. നിങ്ങൾ കേട്ടില്ല, നിങ്ങൾ കേട്ടില്ല, നിങ്ങൾ കേട്ടില്ല. ഏതോ ഏരിയയിൽ നിങ്ങളൊരു സ്പെഷ്യലിസ്റ്റ് ആണ്. ഏതോ ഏരിയയിൽ നിങ്ങളൊരു സ്പെഷ്യലിസ്റ്റ് ആണ്. ഏതോ ഏരിയയിൽ നിങ്ങളൊരു സ്പെഷ്യലിസ്റ്റ്. ബ്രദർ സുരേഷ് ബാബു, ഏത് ഏരിയയില ഞാൻ സ്പെഷ്യലിസ്റ്റ്? ഏത് വെള്ളത്തിൽ നിന്നാണോ നീ ഇന്നലെ നീന്തിക്കേറിയതല്ല, ഏത് വെള്ളത്തിൽ നീ നിലവെള്ളം ചവിട്ടി വന്നു എന്നല്ല, ഏത് വെള്ളത്തിൽ നിന്ന് ഉയരത്തിൽ നിന്നവൻ കൈ നീട്ടി പെരുവെള്ളത്തിൽ നിന്നെ വാലിച്ചെടുത്തു. ആടി പടുതുള്ള കൈ ഏത് പെരുവെള്ളത്തിൽ നിന്നാണോ നിന്നെ വലിച്ചെടുത്തത്? ഓ, അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞേ. ഏത് പെരുവെള്ളത്തിൽ നിന്നാണോ എന്റെ കർത്താവ് ഇന്നലെ നിന്നെ വലിച്ചെടുത്തത്, അതിൽ ആ വെള്ളത്തിൽ നീര് വാട്ടർ സ്പെഷ്യലിസ്റ്റ് ആണ്. നീര് സ്പെഷ്യലിസ്റ്റ് ആണ്. ആ കരങ്ങളൊന്ന് ഉയരട്ടെ, കരങ്ങളൊന്ന് ഉയരട്ടെ. ഞാൻ നിർത്തി. ആ കരങ്ങളിൽ നിന്ന് ഉയരട്ടെ. അക്കരങ്ങൾ ഉയർത്തി 2 മിനിറ്റ് വാ തുറന്ന് അന്യഭാഷയിൽ ആത്മനിർവിൽ പ്രാർത്ഥിക്കുക. ഇതൊരു നിയോഗത്തിന്റെ പ്രാർത്ഥനയാണ്. നിയോഗത്തിന്റെ പ്രാർത്ഥനയാണ്. നിയോഗത്തിന്റെ പ്രാർത്ഥനയാണ്. ആത്മീയ പിതാക്കന്മാർ പ്രാർത്ഥിക്കട്ടെ. ആത്മീയ മാതാക്കൾ പ്രാർത്ഥിക്കട്ടെ. ഏതിൽ നിന്ന് നീ വന്നോ അതിൽ കിടക്കുന്ന ജനത്തെ വിടിവിക്കുന്ന ഒരു നിയോഗം നിന്റെ മേലുണ്ട്. യെസ്, ഒരു നിയോഗം നിന്റെ മേലുണ്ട്. നിന്റെ വിടുതൽ നിന്നിൽ മാത്രം ഒതുങ്ങത്തില്ല. നിന്റെ വിടുതൽ ലക്ഷങ്ങൾക്ക് വിടുതലാകും. നിന്റെ വിടുതൽ ലക്ഷങ്ങൾക്ക് വിടുതലാകും. ഓ, ഇൻ ജീസസ് നെയിം. ശബ്ദം ഉയർത്തി നിയോഗത്തോടെ, നിയോഗത്തോടെ, നിയോഗത്തോടെ. എവിടെ നീ തീർന്നെന്ന് പറഞ്ഞോ അവിടെ നീ ആരംഭിക്കുകയാണ്. എവിടെ കൈപ്പുണ്ടോ അതെല്ലാം മധുരമാകുകയാണ്. എവിടെയൊക്കെ ഓർത്തരയ്ക്കുന്ന വെല്ലുവിളികളുണ്ടോ അവിടെയൊക്കെ രാജപാത, ഹെവൻലി ഹൈവേ, ഹോളി ഹൈവേ, ഹോളി ഹൈവേ, ഹെവൻലി ഹൈവേ അവിടെ തുറക്കുകയാണ്, തുറക്കുകയാണ്, തുറക്കുകയാണ്.
എവിടെയൊക്കെയാണോ ഇല്ല എന്ന് പറയുന്നത്, ആ ഫ്ലിന്റ് റോക്കിൽ ആ തീക്കൽ പാറയിൽ അഭിഷേകം നദികൾ ഒഴുകുകയാണ്. Come on people, അഭിഷേകം നദി ഒഴുകുകയാണ്. ആർക്കും സാധിക്കാത്തതായ നിയോഗങ്ങൾ, ആരും പറയാത്ത വചനങ്ങൾ ദൈവം നിന്നിലൂടെ വെളിപ്പെടുത്തുകയാണ്. വാട്ടർ സ്പെഷ്യലിസ്റ്റ്, ആ ഏരിയയിൽ അധികാരമുണ്ട്, അതോറിറ്റി. ടേക്ക് ഇറ്റ്. യെസ്, അതോറിറ്റി. ബദ്ധന്മാരെ വിടുവിക്കുന്ന ഒരു നിയോഗം, ആത്മാക്കളെ വിടുവിക്കുന്ന ഒരു നിയോഗം, ബന്ധനങ്ങളെ തകർക്കുന്ന ഒരു നിയോഗം, വിടുതലിന്റെ ശുശ്രൂഷ. ഇത് കേൾക്കാനാ ദൈവം പകൽ ഇന്ന് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇതിന്റെ ഇമ്പോർട്ടേഷന് വേണ്ടിയാ. സ്തോത്രം. ഈ ദൂത് നീ കേട്ടിട്ടിരിക്കുന്ന നിയോഗം. വാട്ടർ സ്പെഷ്യലിസ്റ്റ്. പിതാവേ, ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകും. സ്കായുടെ കൊടുമയിൽ അവസാന സെക്കൻഡ് വരെ കയറിയ മോശയ്ക്ക് തത്തുല്യമായി ഇവരും എന്നും എപ്പോഴും ഉയരുന്നവരാകട്ടെ. കൃപയിൽ നിന്ന് കൃപയിലേക്ക്, ബലത്തിൽ നിന്ന് ബലത്തിലേക്ക്, വിശ്വാസത്തിലേക്ക്, ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക്, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് ഇവരും വളരുന്നവരാകട്ടെ, ഉയരുന്നവരാകട്ടെ. കർത്താവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആദരിക്കും, ആശീർവദിക്കും. എല്ലാ മഹത്വം അങ്ങേക്ക്, യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. രണ്ട് കരങ്ങളെ ഉയർത്തി ആശീർവാദത്തോടെ നമുക്ക് പിരിയാം. ഇപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ കൃപയും പിതാവായ ദൈവത്തിൻ്റെ നിത്യമായ സ്നേഹവും എന്നും എപ്പോഴും നമ്മോട് കൂടെ ഇരുന്ന് ബലപ്പെടുത്തി അധികാരത്തോടെയും അനുഗ്രഹത്തോടും നമ്മെ നടത്തുന്ന തൃത്വത്തിൽ മൂന്നവനായ പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ വിലയേറിയ സംസർഗവും കാവലും കൂട്ടായ്മയും നാം ഏവരോടും ഇന്നും കാലാവസരം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു സോ മച്ച് ക്രൈസ്റ്റ് ആൻഡ് ഫോർ ജോയിനിങ് വിത്ത് us. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മറക്കരുത്, വാട്ടർ സ്പെഷ്യലിസ്റ്റ്. ഏതോ ഏരിയയിൽ നിങ്ങൾ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇൻ ക്രൈസ്റ്റ്, കർത്താവിൻ്റെ മഹത്വത്തിനായി. 19-ാം തീയതി വരുന്ന ഞായറാഴ്ച വീണ്ടും നേരിട്ട് കാണുന്നതുവരെ ഇമ്മാനുവലിൻ്റെ ചിറകൻ കീഴിൽ ദൈവം നമ്മെ മറക്കട്ടെ. 21-ാം തീയതി ഞാൻ ഓഫീസിലുണ്ടായിരിക്കും. 22-ാം തീയതി ബൈബിൾ സ്റ്റഡിക്ക് ഉണ്ടായിരിക്കും. തുടർന്നുള്ള ചില ആഴ്ചകൾ വീണ്ടും നിങ്ങൾക്കായി ശുശ്രൂഷിപ്പാൻ ട്രിവാൻഡ്രം സിറ്റിയിൽ ഞാൻ സ്തോത്രമുണ്ടായിരിക്കും. പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു, നിങ്ങളുടെ സ്നേഹം ചോദിക്കുന്നു. ബൈ. ഗാഡ് ബി വിത്ത് യു. മറക്കരുത്, യേശു മോശയേക്കാൾ വലിയവൻ, ദ വാട്ടർ സ്പെഷ്യലിസ്റ്റ്. ഗാഡ് ബ്ലെസ് യു. How great is our God. Sing with me, how great is our God. And all will see how great is our God. The splendor of the King, clothed in majesty, and all the earth rejoice, all the earth rejoice. He wraps
himself in light. Darkness tries to hide, trembles at his voice, trembles at his voice. How great is our God! Sing with me, how great is our God! And all will see how great is our God. Age to age he stands, time is in his hand, beginning and the end, beginning and the end. The Godhead three in one, he's the Father, Spirit, Son, Lion and the Lamb, Lion and the Lamb. How great is our God! Sing with me, how great is our God! And all will see how great is our God! How great is our God! Oh, sing with me, how great is our God! And all will see how great is our God. Then sings my soul, my Savior God.